ബനുൽ അസ്ഫർ എന്ന് പറയുന്നത് യൂറോപ്യന്മാരും അമേരിക്കക്കാരുമാണ്. നിങ്ങളും, അതായത് മുസ്ലിമീങ്ങളായ നിങ്ങളും അവരും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും. ശാന്തമായ സമാധാനപരമായ ഒരു കരാറിലായിരിക്കും നിങ്ങളും അവരും തമ്മിൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫയഗ്ദിറൂൻ, യൂറോപ്യന്മാർ നിങ്ങളെ ആ വിഷയത്തിൽ വഞ്ചിക്കും. ഫയഅ്തൂനകും തഹ്ത 80 ഗായ, അവര് 80 കൊടികൾക്ക് താഴെ വലിയൊരു സംഘമായി നിങ്ങളോട് പോരടിക്കാൻ വരും. അവിടെ ഗായ എന്നാണ് പറഞ്ഞത്, വാക്കർത്ഥം അവിടെ റായ എന്നാണ്. പക്ഷെ ഏതൊരു സൈന്യത്തിന്റെയും ലക്ഷ്യം അവരുടെ കൊടി ഉയർത്തലായതുകൊണ്ടാണ് കൊടിക്ക് ലക്ഷ്യം എന്നർത്ഥം വരുന്ന ഗായ എന്ന പദം കൊടുക്കാൻ കാരണം. അത് മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാൻ, അത് അക്ഷരം തെറ്റിയതല്ല. തഹ്ത 80 ഗായ, 80 കൊടികൾക്കു താഴെയായി യൂറോപ്യന്മാർ നിങ്ങളോട് പടപൊരുതാൻ വരും. തഹ്ത കുല്ലി ഗായത്തിൻ 12,000, ഓരോ 80-ൽ ഓരോരുത്തരുടെയും കീഴെ, ഓരോ കൊടിയുടെയും കീഴെ 12,000 ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ 80 കൊടികൾ, ആ ഓരോ കൊടിക്ക് പിന്നിലും 12,000 സൈന്യം. അങ്ങനെ വരികയാണെങ്കിൽ 80 തവണ 12,000 കണക്ക് കൂട്ടിയാൽ 9,60,000 വരുന്ന ആളുകൾ സൈന്യത്തിലുണ്ടാകും. ആ ഒരു സൈന്യവുമായി നിങ്ങൾ നടത്തുന്ന യുദ്ധമുണ്ട്. ആ യുദ്ധമാണ് ചരിത്രത്തിൽ ഹർമജ്ദൂൻ എന്ന് ചരിത്ര പണ്ഡിതന്മാർ വിശകലനം ചെയ്തത്. മതപണ്ഡിതന്മാർ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരുപോലെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു യുദ്ധത്തിന്റെ പേരാണ് ഹർമജ്ദൂൻ. ഹർമജ്ദൂൻ യുദ്ധം നടക്കുന്നത് 9,60,000 വരുന്ന യൂറോപ്യൻ അമേരിക്കൻ സഖ്യസേനക്കെതിരെ മുസ്ലിം സൈന്യം നടത്തുന്ന യുദ്ധമായിരിക്കും. ഇത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ഹദീസാണിത്. ഈ ഹദീസ് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചു. മഹാനായ ഇമാം അബൂ ദാവൂദ് എന്നവർ സുനനിൽ, മഹാനായ ഹദീസ് പണ്ഡിതൻ ഇബ്നു മാജ എന്നവർ അവരുടെ സുനനിൽ, ഇബ്നു ഹിബ്ബാൻ എന്നവർ അവരുടെ സ്വഹീഹിൽ, ഇവരെല്ലാം മറ്റു ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചു. ഇനി പറയുന്നത് ഹദീസ് വാചകങ്ങളുടെ വ്യാഖ്യാനമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ യൂറോപ്യന്മാരുമായി സമാധാനപരമായ കരാറിൽ നിങ്ങളും അവരും ഒപ്പുവെക്കും. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ലോങ് ടേം ഡിഫൻസ് ആൻഡ് മിലിറ്ററി അഗ്രിമെന്റ്സ്, കാലങ്ങളോളം നിലനിൽക്കുന്ന സൈനിക ആയുധ ഇടപാടുകളുടെ ഉടമ്പടികൾ വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോഴേ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്ന വിഷയമാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ജസീറത്തുൽ അറബാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യയും യമനും UAE-യും ഖത്തറും കുവൈറ്റും ബഹ്റൈനും നിലകൊള്ളുന്ന ഈ രാജ്യങ്ങളെയാണ് ജസീറത്തുൽ അറബ്, അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്നത്, അറേബ്യൻ ഉപഭൂഖണ്ഡം. അവിടെയുള്ള ആളുകളിൽ സംഭവിക്കുന്ന വിഷയമാണ് നബി തങ്ങൾ ഈ പറയുന്നത്. 9,60,000 വരുന്ന ശത്രുക്കളായി യൂറോപ്യന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിന്റെ മുമ്പ് അവരും നിങ്ങളും തമ്മിൽ സമാധാനപരമായ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടാകും. നമ്മളറിയാം, നമുക്കിന്നറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ, ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെ ബേസുകളില്ലാത്ത രാജ്യങ്ങൾ ഇല്ല തന്നെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി തങ്ങൾ ഇത് പറയുമ്പോൾ 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷവും നടന്ന ഈ സംഭവങ്ങൾ ലോക ഭൂപടത്തിൽ, അറബ് ഭൂപടത്തിൽ ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു. എണ്ണയുടെ കണ്ടെത്തലിന്റെ ശേഷം, അതിന് മുമ്പില്ല. അതിന് മുമ്പ് മനുഷ്യന്മാർ ആട്ടിടയന്മാരാണ്. എണ്ണ കണ്ടെത്തപ്പെടുന്നത് 960-കളിൽ. അതിന് ശേഷമാണ് അവിടെ
അവിടെ സാമ്പത്തികമായ ബൂമിംഗ്, സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകുന്നത്. അതിൽ പിന്നെയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് വിദേശികളായ ആളുകൾ അവിടെ വന്ന് ജോലിക്കും ഫാക്ടറിയും കച്ചവടങ്ങളും ഒക്കെ തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാഞ്ഞങ്ങാട്ടുകാർ ഒരുപാട് ബഖാലകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവിടെ തുടങ്ങിയത്, അല്ലേ? അങ്ങനെയാണ് സാമ്പത്തികമായ ആ ഒരു ഉന്നതി അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ആരവിടേക്ക് തിരിഞ്ഞു നോക്കും? പച്ചവെള്ളം കിട്ടാത്ത നാടല്ലേ അത്? നമ്മൾ ആലോചിച്ചു നോക്കൂ, മരുഭൂമിയിൽ പച്ചവെള്ളം കിട്ടുമോ? നമ്മുടെ കേരളത്തിലാണെന്ന് സങ്കല്പിക്കുക. പച്ചവെള്ളമെങ്കിലും കുടിച്ചുകൂടെ? വല്ല പുഴയിൽ നിന്നും കിണറ്റിൽ കുളത്തിൽ നിന്നെങ്കിലും ഇത് കിട്ടുമോ? ഗൾഫ് രാജ്യങ്ങളിൽ ആ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തില്ലായിരുന്നുവെങ്കിൽ, ഡീസലും പെട്രോളും നാച്ചുറൽ ഗ്യാസും ഇല്ലായിരുന്നെങ്കിൽ ആരവിടേക്ക് ചെല്ലും? അതുകൊണ്ട് 1960-കൾക്ക് ശേഷം യൂറോപ്യൻ അമേരിക്കൻ നാടുകളുമായുള്ള കരാറിൽ അറബ് രാജ്യങ്ങൾ ഒപ്പുവെച്ചു. പേര് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇതിന് നബി പറഞ്ഞു, സതുസാലിഹൂന റൂമ സുൽഹൻ ആമിന, നിങ്ങൾ യൂറോപ്യരുമായി അമേരിക്കക്കാരുമായി സമാധാനപരമായ കരാറുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم تغزون أنتم وهم عدوا, ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളെ അമേരിക്കൻ യൂറോപ്യൻ സൈന്യം ഒരു യുദ്ധത്തിൽ സഹായിക്കണം എന്ന കരാറുള്ളതിന്റെ പേരിൽ നിങ്ങളും അവരും ഒരുമിച്ച് മൂന്നാമതൊരു ശത്രുവിനെതിരെ നിങ്ങൾ ഒരു യുദ്ധം നടത്തും. ആ ശത്രു ആരാണെന്ന് നമുക്കറിയില്ല. ആരായിരിക്കും ആ ശത്രു? ഒന്നുകിൽ ആ ശത്രു ഈസ്റ്റേൺ രാജ്യമായിരിക്കും, അല്ല ചൈനയോ റഷ്യയോ അടക്കമുള്ള. അതല്ലെങ്കിൽ അത് ഷിആ ഭരണകൂടം നടക്കുന്ന ഇറാനായിരിക്കും എന്ന് സാധ്യതയുണ്ട്. കാരണം ഷിആ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന്റെ മെജോറിറ്റിക്കെതിരെ സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്നത്. ഇന്നതിന്റെ ചുവകൾ കെട്ടു തുടങ്ങുന്നുണ്ട്. ഇറാൻ അങ്ങോട്ട് ബോംബിട്ടെന്നും ഇങ്ങോട്ട് മിസൈൽ അയച്ചെന്നും, ഹൂസികൾ എന്ന് പറയുന്നത് പോലും, യമനിലെ ഹൂസികൾ പോലും ഇറാനിന്റെ സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് മീഡിയകൾ പറയുമ്പോൾ, ഇറാനെതിരായിരിക്കുമോ അറബ് സഖ്യസംഘവും യൂറോപ്പ് അമേരിക്കൻ സഖ്യസേനയും ചേർന്ന് നടത്തുന്ന യുദ്ധം? ഇറാനെതിരാകുമോ? അല്ലാഹു അലം. അല്ലെങ്കിൽ ഇർഹാബ് എന്ന് പറയുന്ന, തീവ്രവാദം എന്ന് പറയുന്ന, തീവ്രപക്ഷക്കാരെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് തീവ്രവാദം ഉന്മൂലനം ചെയ്യാൻ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ അമേരിക്കൻ സൈന്യവും ഒത്തുചേർന്ന് നടത്തുന്ന യുദ്ധമായിരിക്കാം. ഈ 3 സാധ്യതകളാണ് പണ്ഡിതന്മാർ മുന്നിൽ വെക്കുന്നത്. ഈ ഹദീസ് 21-ാം നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർക്കും ആലിമീങ്ങൾ അതിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വിവരിച്ചു തരും. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വമാ യൻതിഖു, എന്റെ റസൂൽ പറയുന്നത് മുഴുവനും അനിൽ ഹവാ, അവരുടെ സ്വയ ഇഷ്ടപ്രകാരമല്ല നബി പറയുന്നത്. എന്റെ റസൂൽ പറയുന്നത് ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു നൽകുന്ന വഹ്യല്ലാതെ, അല്ലാഹു 7 ആകാശങ്ങൾക്കപ്പുറത്തെ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു എന്താണോ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അവന്റെ പ്രവാചകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതേ നബി തങ്ങൾ നാവിലൂടെ പറയൂ. നിബിധങ്ങൾ ഉണ്ടാക്കി പറയുന്നവരല്ല. സൂറത്തുൽ ഖലമിൽ അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞു. ഇതൊന്നും ഒരു പ്രവാചകൻ ഒറ്റക്ക് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റക്ക് പറയാൻ കഴിയോ? 1400 കൊല്ലം മുമ്പ് ഒരാളൊരു വിഷയം പറയാ, 1400 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുക. നമുക്കിന്ന് ഒരു 100 കൊല്ലം അപ്പുറത്തേക്ക്, 200 കൊല്ലം അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും? ആർക്ക് പ്രവചിക്കാൻ കഴിയും? പ്രവചിക്കാമത് ശരിയായി പുലരുമോ? എത്ര പേര് പറഞ്ഞു 2000-ൽ ലോകം അവസാനിക്കുമെന്ന്? ചിലര് പറഞ്ഞു 2012-ൽ.
ഒരു ചുക്കും നടന്നില്ലല്ലോ. പലർക്കും പലതും പറയാം, പക്ഷേ പറഞ്ഞത് സത്യമായി പുലരുന്നത് അത് ഒന്നല്ല, രണ്ടല്ല, 100 കണക്കിന് അല്ല. എന്തെല്ലാം അവിടെ നിന്ന് പറഞ്ഞോ അതിൽ സാധ്യമായതെല്ലാം പുലർന്നു കഴിഞ്ഞ ഹബീബാണ്, ലോകത്തിന്റെ ഗുരു, മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ്. അത് വെറും ഒരു മനുഷ്യനല്ല, അത് അല്ലാഹുവിനാൽ നിയുക്തനായ പ്രവാചകൻ തന്നെ. ഇത് ലോക മുസ്ലിമീങ്ങൾ അറിയണം. മുസ്ലിമീങ്ങളോട് എതിർപ്പും വൈരാഗ്യവുമുള്ള ആളുകൾ അറിയണം ഈ പ്രവാചകൻ പറഞ്ഞു പോയ വാക്കുകൾ. എന്നിട്ട് മനസ്സിലാക്കണം ഇത് സത്യപ്രവാചകനാണോ അല്ലയോ എന്ന്. ആ ഹബീബാണ് നമ്മുടെ റസൂൽ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. ഈ ഹദീസെല്ലാം ഓതുമ്പോൾ ഹബീബിനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ ഹബീബിന്റെ സദസ്സിലൊന്ന് ഇരിക്കാൻ ഭാഗ്യമുണ്ടായെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഈ ഹദീസുകൾ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ എങ്ങാനും മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ഹബീബിന്റെ നെറ്റിയിൽ ഉമ്മ വെക്കുമായിരുന്നുവെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു പോവുകയാണ്. 21-ാം നൂറ്റാണ്ടിന്റെ കഥയാണ് ഈ ഹദീസ്. ഒരു 100 കൊല്ലം മുമ്പ് ഹദീസ് പണ്ഡിതന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. ഒരു 100 കൊല്ലം മുമ്പ് വരെ, 1300 കൊല്ലം മുമ്പ് വരെ, 1300 വർഷം ഈ ഹദീസിന് എങ്ങനെയാണ് വ്യാഖ്യാനം നൽകുക? അറബ് ലോകത്ത് യൂറോപ്യരും അമേരിക്കക്കാരും വരികയോ, ഒട്ടകത്തെ മേച്ചു നടക്കുന്ന ലോകത്തേക്കോ, ഈത്തപ്പന പറിച്ചു നടക്കുന്ന, ഈത്തപ്പഴം പറിച്ചു നടക്കുന്ന ആടുമാടുകളെ മേച്ചു നടക്കുന്ന ആട്ടിടയന്മാരിലേക്ക് എന്തിനമേരിക്കക്കാരനും യൂറോപ്യരും വരണം? നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുക. എന്നാൽ ഹദീസ് പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും എല്ലാം രേഖപ്പെടുത്തി കളയും. അതാണ് ഹദീസിന്റെ അത്ഭുതം. ഹദീസ് പണ്ഡിതന്മാർ ഒരിക്കലെങ്കിലും ആലോചിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഈ ഹദീസ് എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്തിനെ എഴുതി വെക്കണം? ഇതിനർത്ഥമുണ്ടോ? ഒരു യുക്തിവാദി കണ്ടാൽ എന്തു പറയും? ഇതല്ല ഹദീസ് പണ്ഡിതന്മാർ ചിന്തിക്കുക. സ്വഹീഹായ സനദിലൂടെ, സത്യസന്ധമായ സനദിലൂടെ ഒരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തലമുറകൾക്ക് മനസ്സിലാവും അതിനർത്ഥം. നമ്മൾ എഴുതി വെക്കാം. അതവർ എഴുതി വെച്ചു. അവരത് ആമന്നാ വസല്ലംനാ, ഞങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചു. ഇതാണ് അവര് പറയാ. പക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടുകാർ യുക്തിവാദികളാണ്, അല്ലേ? മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ പോലും യുക്തിവാദ ചിന്തകൾ തലയിൽ കയറിയവരാണ്. അവർക്ക് തെളിവിന്റെ മാമലകൾ വെച്ചുകൊടുത്താൽ പോലും ഇത് മാരണം, ഇത് മാജിക് ആണെന്ന് പണ്ട് പറഞ്ഞ പോലെ ഇന്ന് പറയുന്നവർ, അവരുടെ മുമ്പിലാണ് ഈ ഹദീസുകൾ പച്ചയായ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ, ആഗോള രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയത്. നിങ്ങളും യൂറോപ്യരും അമേരിക്കക്കാരും സൈനിക ഉടമ്പടികളിൽ ഒപ്പുവെക്കും, സമാധാനപരമായ ഒപ്പുവെക്കൽ. അങ്ങനെ നിങ്ങളും യൂറോപ്യൻ സൈന്യവും, ആ ഒരു സഖ്യ സൈന്യം നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ, ആ ശത്രു മുസ്ലിമിന്റെ ശത്രുവാണ്, അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെയും ശത്രുവാണ്, അവർക്കെതിരിൽ നിങ്ങൾ പോരാടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫത്തുൻസുറൂൻ, നിങ്ങൾ ജയിക്കും, വതഗ്നമൂൻ, ആ രാജ്യത്തെ ഒരുപാട് വിഭവങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരും, വതസ്ലമൂൻ, നിങ്ങൾക്കൊരു പ്രയാസവും വരാതെ നിങ്ങൾ ആ യുദ്ധത്തിൽ രക്ഷപ്പെടും. ആ യുദ്ധത്തിന്റെ പേരാണ് ഹർമജ്ദൂൻ എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ثم تنصرفون حتى تنزلوا بمرج ذي تلول. സുബ്ഹാനല്ലാഹ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യുദ്ധം നടക്കുന്ന സ്ഥലത്തിന്റെ രൂപമാണ് നബി തങ്ങൾ പറയുന്നത്. ثم تنصرفون,
ആ യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകും. ഹത്താ തൻസിലൂ ബിമറജിൻ ദീ തുലൂൽ, നല്ല പച്ചപ്പുള്ള ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത്, ദീ തുലൂലിൻ, നല്ല പച്ച കുന്നുകളുള്ള ഒരു പ്രദേശത്ത് നിങ്ങളുടെ സൈന്യവും യൂറോപ്യൻ സൈന്യവും തമ്പടിക്കും. നിങ്ങളും അവരും തമ്പടിക്കും. ആ സ്ഥലം എന്താണ്? പച്ചപ്പുള്ള സ്ഥലം. അറേബ്യയല്ല, അറബ് രാജ്യമല്ല, ഏതെങ്കിലും പച്ചപ്പുള്ള രാജ്യം. അല്ലാഹു ആലം, യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തവർക്കറിയാം, അവിടെ പച്ച നിറഞ്ഞ തിലാലുകളാണ്. വളരെ മനോഹരമായ ഗ്രീൻ ഹിൽസുകൾ, മനോഹരമായ കുന്നുകൾ, പച്ചക്കുന്നുകൾ. ഇത് യൂറോപ്പിന്റെ പ്രത്യേകതയാണ്. നല്ല വെള്ളവും പച്ചപ്പുമുള്ള ദീ തുലൂൽ, നല്ല കൊച്ചു കൊച്ചു മനോഹരമായ പച്ചക്കുന്നുകളുള്ള ഒരു സ്ഥലത്ത്, അവിടെയാണ് ഈ സൈന്യത്തിന്റെ ക്യാമ്പിംഗ് ഉണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ ആ പ്രദേശത്തിന്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് നൽകുന്നത്, അവിടുത്തെ പ്രത്യേകത. എന്നിട്ട് എന്തു പറഞ്ഞു? ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫയർഫഉ റജുലുൻ മിൻ അഹ്ലിസ് സ്വലീബി സ്വലീബഹു, ക്രിസ്ത്യാനികളായ ആളുകൾ യൂറോപ്യൻ സൈന്യത്തിലുണ്ട്. അവരിൽ നിന്ന് ഒരാൾ ഒരു കുരിശ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. കാരണം മുസ്ലിമീങ്ങൾ അതുപോലെ യൂറോപ്യൻ അമേരിക്കൻ സഖ്യസൈന്യവും ഒരു പൊതുശത്രുവിനെതിരെ പോരാടി ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം, ഒരു പാർട്ടി നടക്കുകയാണ് ഇവിടെ. ആ സമയത്ത് സൈന്യത്തിൽപ്പെട്ട ഒരാൾ, മുസ്ലിമല്ല, യൂറോപ്യൻ അമേരിക്കൻ സൈന്യത്തിൽപ്പെട്ട ഒരാൾ ഒരു വലിയൊരു കുരിശ് കൊണ്ടുവന്ന് ഉറക്കെ പിടിച്ചിട്ട് പറയും, ഗലബ സ്വലീബ്, ഈ കുരിശ് കൊണ്ടാണ് നമുക്ക് വിജയമുണ്ടായത്. അതിൽപ്പെട്ട ഏതോ ഒരു ഫനാറ്റിക്, ഒരു തീവ്രമായ മതവിശ്വാസി, തീവ്രമായ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന തീവ്ര സ്വഭാവക്കാരനായ ഒരാൾ ഈ സഖ്യസേനകൾ ഒരുമിച്ച് ചെയ്ത് നടത്തിയ യുദ്ധത്തിൽ വിജയം കണ്ടത് കുരിശിന്റെ പിന്നിലാണ്, കുരിശുകൊണ്ടാണ്, കുരിശാണ് അതിന് കാരണം എന്ന് പറയും. ഫയഗ്ളബു റജുലുൻ മിനൽ മുസ്ലിമീൻ, അത് കാണുമ്പോൾ മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒരാൾക്ക് വല്ലാത്ത ദേഷ്യം വരും. കാരണം മുസ്ലിമീങ്ങളാരും ഇസ്ലാമിന്റെ കൊടി അവിടെ ഉയർത്തുന്നില്ല. സഖ്യ സൈന്യമാണ്. ഈ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സൈനികമായ അതുപോലെ ആയുധപരമായ ഇടപാടുകളിൽ ചെയ്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ അമേരിക്കൻ സൈന്യം മുസ്ലിം സൈന്യത്തിന്റെ കൂടെ കൂടിയത്, മതത്തിന്റെ പേരിലല്ല. അവിടെയാണ് ഒരാൾ ഒരു മതത്തിന്റെ ചിഹ്നം അവിടെ ഉയർത്തി കാണിക്കുകയും കുരിശ് ഉയർത്തിപ്പിടിക്കുകയും കുരിശു കൊണ്ടാണ് വിജയിച്ചതെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ഫയഖൂമു ഇലൈഹി ഫയദ്ഫഉഹു, ആ മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് ആ കുരിശ് പിടിച്ച മനുഷ്യനെ, കുരിശ് പിടിച്ച് അവകാശവാദം ഉന്നയിച്ച മനുഷ്യനെ പിടിച്ചു തള്ളും. വേറെ റിവായത്തിൽ വന്നത് ഫയഖ്തുലുഹു, അയാൾ അവിടെ വധിക്കപ്പെടും. ഫഇൻദ ദാലിക യഗ്ദിറുർ റൂം, ആ ക്രിസ്ത്യാനിയായ മനുഷ്യന്റെ മരണം സംഭവിക്കുന്നതോടുകൂടെ തന്നെ റോമൻ സൈന്യം നിങ്ങളുമായുള്ള കരാർ പൊളിക്കുകയും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. വയജ്തമിഊന ലിൽ മൽഹമ, എന്നിട്ട് ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലുള്ള അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ലോകമഹായുദ്ധത്തിന് അവിടെ വേദി ഒരുങ്ങും. അതായിരിക്കും വേൾഡ് വാർ 3 എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അത് വേൾഡ് വാർ 4 ആയിരിക്കാം. അല്ലാഹു അലം. അൽ-മൽഹമത്തുൽ കുബ്ര ഫയഅതൂന തഹ്ത 80 ഗായ, അവര് വരുന്നത് 80 കൊടികൾക്ക് കീഴിലാണ്. അവരുടെ കൊടി 80 കൊടികളുണ്ടവർക്ക് സൈന്യത്തിന്. ഓരോ ബറ്റാലിയന്റെ കീഴെയും ഓരോ കൊടിക്ക് കീഴെയും തഹ്ത കുല്ലി റായത്തിൻ 12,000 സൈന്യം ഓരോ കൊടിക്ക് കീഴിലുണ്ട്. അങ്ങനെ 80 കൊടിയാൽ വലിയ ഒരു യുദ്ധത്തിന് അവിടെ തുടക്കം കുറിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി നടക്കാൻ പോകുന്ന അറബ് ലോകത്തും മുസ്ലിം ലോകത്തും നടക്കുന്ന സംഭവ വികാസങ്ങളെ പരിശുദ്ധമായ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് പേടിക്കാനല്ല, മുസ്ലിമീങ്ങളായ ആളുകൾ അവിടെ പേടിക്കാതെ നിലകൊള്ളണം എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി
ظاهرين على الحق لا يضرهم من خالفهم إلى يوم القيامة. ലോകാവസാനം വരെ എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ആരെന്ത് പേടിപ്പിച്ചാലും പേടിക്കാതെ, ആരെന്ത് പ്രകോപനങ്ങൾ ചെയ്താലും പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും അടിമകളാവാതെ സത്യത്തിന്റെ മാർഗത്തിൽ നെഞ്ചൊടുപ്പോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിരിക്കും. ആരെന്ത് ചെയ്താലും അവരുടെ ഈമാൻ ഇളകുകയില്ല, അവർക്കൊരു പ്രയാസവും വരികയില്ല. ആ വിശ്വാസികളെ മുഴുവനും ഏറ്റെടുക്കാൻ കാലത്തിന്റെ യുഗപുരുഷൻ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കാൻ വരുന്നത് വരെ അവരാർക്കും ഒരു പ്രയാസവും വരില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഉത്തമർ, നിങ്ങളാണ് അൻതുമുൽ അഅലൗൻ വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളാണോ ഈമാനുള്ളവരെങ്കിൽ ഇതാ നിങ്ങൾക്ക് വിജയമുണ്ട്. നിങ്ങളെ പരാജയപ്പെടുത്താൻ, നിങ്ങളിലെ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ വിഷമിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ അറിയണം നമ്മൾ റസൂലുള്ളാഹിനെ കാണാത്തവരാണ്. നമ്മൾ അറിയണം നമ്മൾ വിശുദ്ധ ഖുർആൻ ഹബീബിന് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് തണുത്തുറച്ച രാത്രിയിൽ കിടന്ന് പിടക്കുന്ന ആ വിറക്കുന്നത് നബി തങ്ങൾക്ക് വഹി വരുന്ന രംഗം ആയിഷ ബീവി പറയുന്നുണ്ട്. തണുത്തുറച്ച ഐസ് പോലെ തണുപ്പുള്ള മദീനയുടെ തണുപ്പിൽ അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നാൽ അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ധാരധാരയായി ഒഴുകുമായിരുന്നു. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. വിശുദ്ധ ഖുർആൻ രണ്ട് ചട്ടകൾക്കിടയിലാണ് നമ്മൾ കണ്ടത്. ഹബീബിനെ നമ്മൾ കണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, എന്റെ ഇഖ്വാനികൾ, എന്റെ സഹോദരന്മാർ ഇതുവരെ ലോകത്ത് വരാത്തവരാണ്, ഇനി ലോകത്ത് വരാൻ പോകുന്നവർ. അന്ന് മദീനയിൽ ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ ആ സ്വഹാബിയെ മറവ് ചെയ്യുകയാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അന്ന് മരണപ്പെട്ട ഒരു സ്വഹാബിയുടെ മയ്യിത്ത് കർമ്മത്തിന് സാക്ഷിയായി ആ മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കാനും ആ ഖബർ ഒരുക്കി കൊടുക്കാനും അവിടെ മണ്ണ് ഇട്ട് ആ ഖബറിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും സ്വഹാബത്തിന്റെ കൂടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് അധ്വാനിച്ചതിന് ശേഷം സ്വഹാബികൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ അവരോട് പറയുന്നു, വദിച്ചു ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ ഞാൻ കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ്. ഞാൻ കൊതിച്ചു പോകുന്നു, എന്റെ സഹോദരന്മാരെയൊക്കെ ഞാനൊന്ന് കണ്ടെങ്കിൽ. ഈ ഉമ്മച്ചികളിൽ വരാൻ പോകുന്ന സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയുമാണ് അല്ലാഹുവിന്റെ റസൂൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വഹാബികൾ പറഞ്ഞില്ലയോ, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലയോ? ഹബീബ് ഇരിക്കുന്നത് ഖബർസ്ഥാനിൽ, കയ്യിലൊരു ചെറിയ വടിയുണ്ടായിരുന്നു. അതുകൊണ്ട് മണ്ണിൽ എന്തോ നബി തങ്ങൾ വരക്കുന്നുണ്ട്. സ്വഹാബിമാർ ചുറ്റുമുണ്ട്. കഴിഞ്ഞുപോയ ഒരു കാലം മണ്ണിന് താഴെയുണ്ട്. അവിടെ വെച്ചാണ് ഹബീബ് ഈ വാക്ക് പറയുന്നത്, എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. അവര് ചോദിച്ചു, നബിയേ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ? നിങ്ങളല്ല, നിങ്ങൾ എന്റെ അസ്ഹാബ്, എന്റെ അനുചരന്മാർ, എന്റെ അനുയായികൾ. അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കമ്പാനിയൻസ് ആണ്, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, നിങ്ങൾ എന്റെ ഡിസൈപ്പിൾസ്, എന്റെ ശിഷ്യന്മാർ. എന്നാൽ ഞാൻ ഈ പറയുന്ന സഹോദര സഹോദരിമാർ ഇതുവരെ ലോകത്ത് വരാത്തവർ, അല്ലദീന ലം യഅ്തു ബഅദ്, ഇതുവരെ ലോകത്തേക്ക് വന്നിട്ടില്ല അവർ. ഞാനിത് പറയുന്നത് ഈ സംഭവങ്ങൾ നിബിധങ്ങൾ പറഞ്ഞ ഈ യുദ്ധങ്ങൾ എന്തേ നമ്മുടെ കാലത്ത് നടക്കുന്നു? നമുക്കെന്താണ് അതുകൊണ്ട് പ്രയോജനം? പേടിയല്ലാതെ എന്ന് ചിന്തിച്ചു പോവല്ലേ. നമ്മുടെ ഈമാനിന് അള്ളാഹു നൽകുന്ന വില ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നിബിധങ്ങൾ പറഞ്ഞ ഈ ഹദീസുകളെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഈമാൻ അന്നത്തെ സ്വഹാബിമാരുടെ ഈമാനിനേക്കാളും 100 ഇരട്ടി വലുപ്പത്തിലും വണ്ണത്തിലും പ്രതിഫലം കിട്ടാൻ കഴിയുന്ന ഈമാനായി നമ്മുടെ ഈമാനിന് മാറാൻ കഴിയും. അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ അവർ നിങ്ങളല്ല, അല്ലദീന ലം യഅ്തു ബഅദ്, ഇതുവരെ വരാത്തവർ, യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവര്.
അല്ലാഹു നമ്മളെയൊക്കെ ആ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞതിൽ അല്ലാഹു പെടുത്തി തരട്ടെ. നബി തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഹബീബിനെ കാണുന്ന പോലെ യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ. വിശുദ്ധമായ ഖുർആൻ രണ്ട് ചട്ടകൾക്കിടയിലെ പുസ്തകമായ പുസ്തക രൂപത്തിലല്ലാതെ ഖുർആനിന്റെ അവതരണത്തിന് അവർ സാക്ഷികളല്ല. നിങ്ങൾ സാക്ഷികളാണ്. നിങ്ങൾ എന്നെ കണ്ടവരാണ്, അവരെന്നെ കണ്ടവരല്ല. അവർ ഖുർആൻ തലമുറ തലമുറയായി കൈമാറുന്നത് അവരുടെ കൈകളിൽ വന്ന് അവരതിൽ വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിച്ചു. അവരിൽപ്പെട്ട ഓരോരുത്തർക്കും 50 ആളിന്റെ കൂലിയുണ്ടാകും നാളെ അന്ത്യനാളിൽ അവർ വരുമ്പോൾ. ആ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുന്നവർക്ക് 5 നേരത്തെ നിസ്കാരവും സകാത്തും നോമ്പും ഹജ്ജും പരിപൂർണമായും ഇസ്ലാമിക നിർബന്ധ കർമ്മങ്ങളും സുന്നത്തായ കർമ്മങ്ങളും എന്റെ ചര്യയും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് 50 ആളുകളുടെ കൂലിയുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവരിൽ 50 ആളിന്റെ കൂലി ഒരാൾക്കുണ്ട് എന്നാണോ? അല്ല അല്ല അല്ല, നിങ്ങൾ എന്റെ സ്വഹാബിമാർ, നിങ്ങളിൽ 50 ആളുകളുടെ കൂലി അവരിൽ ഒരാൾക്ക് അല്ലാഹു നൽകും. അപ്പൊ ചോദിച്ചു, നബിയേ എന്തേ അങ്ങനെ? എന്തേ ഞങ്ങളിൽ 50 ആളിന്റെ കൂലി ഒരാൾക്കെന്ന് നൽകപ്പെടുമെന്ന് പറയാൻ കാരണം? ഇന്നകും തജിദൂന ലിൽ ഖൈരി അഅ്വാനാ, നിങ്ങൾക്ക് നന്മ ചെയ്യാൻ സഹായികളായി കൂടെയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തിന്മയില്ല, നിങ്ങളുടെ കൂടെ ഞാനാണ് ജീവിക്കുന്നത്. നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് അറിയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിസ്കരിക്കുമ്പോൾ ചിലർ പറയും, എനിക്ക് അയാളെക്കാളും നിസ്കരിക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നവരെ ദാനധർമ്മം ചെയ്ത് തോൽപ്പിക്കാനാ ശ്രദ്ധിച്ചത്. എങ്ങനെ? സിദ്ദീഖ് എന്നവരെക്കാളും ദാനം എനിക്ക് കൊടുക്കണം. ഇങ്ങനെ മത്സരിക്കുന്ന നന്മയുടെ സ്വഭാവം അന്നുണ്ടാവുകയില്ല. അന്ന് മിനിമം നന്മക്ക് ആളുകൾ വളരെ കുറവായിരിക്കും. അവരെ സഹായിക്കാൻ ആളുകളില്ല. അവരൊറ്റക്കാണ് മുസ്ലിമായി ജീവിക്കുന്നത്. ചുറ്റുമുള്ള ആളുകൾ അവിശ്വാസികൾ. എന്നിട്ട് അവർ ചെയ്യുന്ന നന്മക്ക് നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾക്ക് സഹായികൾ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആളുകൾ പരസ്പരം ഒരാളെ മറ്റൊരാളെ കണ്ടാൽ നന്നാവാൻ തോന്നും. അന്നങ്ങനെയല്ല, തിന്മകളായിരിക്കും അവരെ വരിഞ്ഞു മുറുക്കുക. അതുകൊണ്ട് അന്ന് കാലത്ത് വരുന്ന ആളുകൾക്ക് നിങ്ങളിൽ 50 ആളുകളുടെ കൂലി ഒരാൾക്കെന്ന് നൽകപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഹബീബിനെ കാണാൻ കഴിയാതെ പോയതിന് അല്ലാഹു ഈ ഉമ്മത്തിന് പകരം നൽകുന്ന നന്മയാണത്. നബി തങ്ങളുടെ കാലത്ത് ജനിക്കാതെ പോയതിന് നമുക്ക് അല്ലാഹു പകരം നൽകുന്ന ചെറിയൊരു ചാൻസ്. ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, നിസ്കാരം ഒരു ഭാരമായി മാറുമ്പോൾ, നമ്മളും നമ്മുടെ മക്കളും ഭാര്യ സന്തതികളും നമ്മുടെ കുടുംബവും അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുമ്പോൾ, സ്വഹാബികളിൽ 50 ആൾക്ക് കൊടുക്കുന്ന കൂലി നമ്മിൽ ഒരാണിനും ഒരു പെണ്ണിനും അല്ലാഹു നൽകുകയാണെങ്കിൽ അത് അത്ഭുതമല്ലേ? അത് മാത്രമല്ല, ഹബീബിനെ അന്ന് കണ്ടതുകൊണ്ട് അവർക്കുണ്ടായ ഈമാനിന്റെ വർധനവ് എത്രയാണോ അതിന് സമാനമായ വർധനവ് ഈ ഹദീസുകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഈമാനിൽ വേണം. ഇത് ഹബീബിനെ കാണുന്ന പോലെ തന്നെയല്ലേ? അവിടുത്തെ ഹദീസല്ലേ ഇത്? ആ ഹദീസ് പച്ചയായി നമ്മുടെ മുമ്പിൽ പുലരുകയാണ്. നബി തങ്ങൾ, നിങ്ങൾ നിങ്ങൾ യൂറോപ്യരുമായിട്ട് നടക്കുന്ന സമാധാന സന്ധി, ആയുധ കരാറുകൾ, സൈനിക ഉടമ്പടികളിൽ നിങ്ങൾ ശാന്തമായി സമാധാനപരമായി ഒപ്പുവെക്കും എന്ന് പറഞ്ഞ ആ വാക്ക് നടന്നു കഴിഞ്ഞിട്ടെന്ന് മിനിമം 60 or 70 കൊല്ലം കഴിഞ്ഞു. ആ വാക്ക് സംഭവിച്ചിട്ട്, ആ വാക്ക് പുലർന്നിട്ട് മിനിമം 2000ഓടുകൂടെ 40 കൊല്ലമായി. 960 മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 10, 12, 17 കൊല്ലമായി. 57 കൊല്ലം, 60 കൊല്ലത്തോളം ആ ഒരൊറ്റ വാക്ക് പുലർന്നിട്ട് അത്രയേ ആയിട്ടുള്ളൂ. നിങ്ങളും അവരും സമാധാനപരമായ കരാറിൽ ഒപ്പുവെക്കും. ഇനി നടക്കാൻ പോകുന്ന നബിതങ്ങൾ പറഞ്ഞത്, ഇനിയുള്ള കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എത്രയെല്ലാം നബിതങ്ങൾ പറഞ്ഞു. എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലയോ? ഇത് ഹബീബിനെ കണ്ടാൽ ഒരാൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന പോലെ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ മുത്തനബിതങ്ങളെ കണ്ടിരുന്നെങ്കിൽ അന്ന് കൊതിച്ചുപോയ സ്വഹാബിമാർ, താബിഈങ്ങൾ, സ്വഹാബിമാരല്ല താബിഈങ്ങൾ സ്വഹാബിമാരെ കാണുമ്പോൾ സ്നേഹത്തോടെ പറയുമായിരുന്നു,
ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഭാഗ്യം നിങ്ങൾക്ക് അല്ലാഹു നൽകിയില്ലേ? നിങ്ങൾ റസൂലുള്ളാഹിയെ കണ്ടില്ലേ എന്ന് ഹബീബിനെ കാണുമ്പോൾ അവർ പറയുമായിരുന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്. അബൂ ദർദായെ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ നിങ്ങളുടെ 2 കണ്ണുകളുടെ സൗഭാഗ്യമേ. അല്ലാഹു ഹബീബിനെ കണ്ടതുപോലെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാൻ ഈ ചർച്ചകൾ അല്ലാഹു നിമിത്തമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദീർഘദർശനം ചെയ്ത ഹർമജ്ദൂൻ യുദ്ധത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ നടക്കുന്നതാണ് അൽ മൽഹമത്തുൽ കുബ്രാ, ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മൽഹമ എന്ന് പറഞ്ഞാൽ ലഹ്മ എന്ന വാക്കിൽ നിന്നാണ്. ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുന്ന പോലെയുള്ള ഘോരമായ യുദ്ധം നടക്കുന്ന ഭീതിതമായ യുദ്ധത്തിനാണ് അൽ മൽഹമത്തുൽ കുബ്രാ എന്ന് പറയുന്നത്. അത് ഇമാമുനാ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ശേഷമായിരിക്കും നടക്കുക. അല്ലാഹു ഈ ഉമ്മത്തിന് അതിൽ വിജയം തരും. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആവണം. ഹർമജ്ദൂൻ യുദ്ധം നടന്നാൽ അതിന് ആ ഹർമജ്ദൂൻ യുദ്ധത്തിലും ശേഷമുള്ള യുദ്ധത്തിലും വിജയം നൽകുന്നത് അല്ലാഹു മുസ്ലിമീങ്ങൾക്കായിരിക്കും. അതിനി വരാൻ പോകുന്ന കാലം കാണാൻ പോകുന്നത്. ഹർമജ്ദൂൻ, നമ്മൾ ആ വാക്കിനെ കുറിച്ച് പറഞ്ഞു, അത് ഹിബ്രു ഭാഷയാണത്. ജൂതന്മാരുടെ ഭാഷയിൽ ഹർമജ്ദൂൻ എന്നത് 2 വാക്കുകൾ. ഹർ മജ്ദൂൻ, ഹർ എന്ന് പറഞ്ഞാൽ പർവ്വതം, മജ്ദൂൻ എന്ന് പറഞ്ഞാൽ വാദിൻ മഅറൂഫൻ ബി അർളി ഫലസ്തീൻ, ഫലസ്തീനിലെ അറിയപ്പെടുന്ന ഒരു താഴ്വരയാണ് അത്രേ മജ്ദൂൻ. അതുകൊണ്ട് ഫലസ്തീനിലെ ആ താഴ്വരയിൽ വെച്ചാണ് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒരുമിച്ച് ചേർന്ന സൈന്യം സഖ്യ സൈന്യമായി മൂന്നാമതൊരു പൊതുശത്രുവിനെതിരെ പടപൊരുതുന്നത്. ആ സംഘം ഇറങ്ങുന്ന സ്ഥലം ഒരു പക്ഷേ ഫലസ്തീനാവാം. കാരണം ഫലസ്തീൻ മനോഹരമായ കുന്നുകളുള്ള പ്രദേശമാണ്. ഫലസ്തീൻ സന്ദർശിച്ച ആളുകൾ വേറെയും കാണും സദസ്സിൽ. വളരെ മനോഹരമായ കുന്നുകൾ. എന്ത് രസമാണ് ഫലസ്തീൻ കാണാൻ. കൊച്ചു കൊച്ചു കുന്നുകൾ. നബി തങ്ങൾ പറഞ്ഞ, നിങ്ങൾ ഇറങ്ങും ഫസതൻസിലൂൻ, നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലം ബിമറജിൻ ഫി ദീ തിലാൽ, ഒരുപാട് കൊച്ചു കുന്നുകളുള്ള സ്ഥലത്തായിരിക്കും നിങ്ങൾ ഇറങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, ഹത്താ തൻസിലു ബിമറജിൻ ദീ തലൂൽ. യുദ്ധങ്ങൾ, മനോഹരമായ കുന്നുകൾ, തെല്ലൂലുകളുള്ള കൊച്ചു കുന്നുകളുള്ള ഫലസ്തീൻ മൊത്തം അങ്ങനെയാണ്. പക്ഷെ അതിലും മനോഹരമാണ് അത്രേ യാഫ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ വളരെ മനോഹരമായ പച്ചക്കുന്നുകളുണ്ട്. വീണ്ടും ടെൽ അവീവിന്റെ, ഇസ്രായേലിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നാൽ വളരെ മനോഹരമായ കുന്നുകളാണത്രേ. നമ്മൾ ഖുദ്സിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ബസ്സുകൾ കടന്നു പോകുന്നത്, റോഡ് കടന്നു പോകുന്നത് മനോഹരമായ കുന്നുകൾക്കിടയിലൂടെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ സൈന്യം ഇറങ്ങുകയും അവിടെ വെച്ച് കുരിശുയർത്തിയിട്ട് കുരിശുകൊണ്ടാണ് ജയിച്ചത് എന്ന് പ്രഖ്യാപനം നടക്കുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ഫലസ്തീനിന്റെ മണ്ണിലാവാം. അല്ലാഹു അലം. അല്ലാഹു എല്ലാം അറിയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത്. ഇദാ ഖാമത്തിൽ ഖിയാമ, ലോകാവസാനം തന്നെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പനയുടെ ഒരു ചെറിയ ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഖിയാമത്തിന്റെ സൂറന്ന കാഹളത്തിലെ വിളംബരം കേൾക്കുന്നത് എന്ന് സങ്കൽപ്പിക്കുക. ഘോരമായ ശബ്ദം, കടൽ തിരമാലകൾ ഘോരമായി വലിയ വലിയ അലകളായി കരയിലേക്ക് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട്. കൊച്ചു കൊച്ചു സുനാമികളിൽ നമ്മൾ കാണുന്നത്.
നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ പരിസരങ്ങളിലേക്ക്, പള്ളിക്കര ഭാഗങ്ങളിലേക്കൊക്കെ ആ കടലിന്റെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടു. കടൽ ജലം കയറി വരുന്നത് കണ്ടു. ഖിയാമത്ത് നാളാകുമ്പോൾ ഇത് ഭൂമിയിലെ ജനവാസമുള്ളിടത്തെല്ലാം കടൽ ജലം ഘോരമായി കരയിലേക്ക് അടിച്ചു വീശുകയും മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയാത്ത വിധം ഭൂമിക്ക് നാശമുണ്ടാവുകയും ചെയ്യും. അതാണ് വഇദൽ ബിഹാറു ഫുജ്ജിറത് എന്ന് ഖുർആൻ പറയുന്നത്. സമുദ്രജലം കടലിലേക്ക് കരകവിഞ്ഞൊഴുകുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരാൾ ആ കാഴ്ച കാണുമ്പോൾ തന്റെ കൃഷിയിടത്തിൽ ഒരു വാഴ നടാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു കൊച്ചു ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക. ഖിയാമത്ത് നാൾ തന്നെ നടക്കുകയാണെന്ന് ഉറപ്പാണെങ്കിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചെടി അവിടെ നട്ടിട്ടേ നിങ്ങൾ ഖിയാമത്തിന് ഒരുങ്ങാവൂ. നിങ്ങൾ ചിന്തിക്കരുത് ലോകം അവസാനിച്ചില്ലേ, ഈ ചെടി ഇനി എന്തിനാണ്, ആർക്കാണ്, എങ്ങനെ വളരാനാണ്, എത്ര കാലമെടുക്കും, എന്തിന് ഞാനിത് കുഴിച്ചിടണം, ലോകം അവസാനിക്കുകയല്ലേ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ഖിയാമത്ത് കണ്ടാൽ പോലും നിങ്ങളുടെ കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ അത് നട്ടുപിടിപ്പിക്കണം എന്ന് അത്രത്തോളം കൃഷിയും നന്മയും പ്രകൃതിയെ സംരക്ഷിക്കുവാനും അതിലപ്പുറം നിങ്ങൾ ശുഭപ്രതീക്ഷയിൽ ജീവിക്കേണ്ടവരാണ്. നന്മ വരണമെന്ന് കാക്ഷിക്കേണ്ടതാണ്. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്, ഇത് റബ്ബിന്റെ തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ വാക്കുകളിലൂടെ അവൻ പറഞ്ഞു, ഈ ലോകം അവസാനിക്കും, നിങ്ങൾക്ക് അവസാനിക്കുന്നത് നിങ്ങളുടെ ഖിയാമത്ത്. ഒരു മനുഷ്യൻ മരിക്കുന്നത് ആ മനുഷ്യന്റെ ഖിയാമത്താണ്. ഇദാ മാതൽ അബ്ദു ഖാമത് ഖിയാമതുഹു. ഇത് പറയുമ്പോൾ ചിന്തിക്കരുത് അത് ഇമാം മഹദി തങ്ങൾ വരണ്ടേ, അത് ഈസാ നബി വരണ്ടേ, മസീഹു ദജ്ജാൽ വരണ്ടേ, അന്നൊക്കെ ഞാനുണ്ടോ, എനിക്ക് 60 ആയില്ലേ, 80 ആയില്ലേ, 90 ആയില്ലേ. ഖിയാമത്ത് അത് പ്രപഞ്ചത്തിന്റെ ഖിയാമത്ത്. ഓരോരുത്തരുടെയും മരണം അവരവരുടെ ഖിയാമത്താണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖിയാമത്ത് നമ്മുടെ മരണത്തിലൂടെയാണ്. അതുകൊണ്ട് ഒരുങ്ങണമെന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കൾ വഴിതെറ്റ് ജീവിക്കുമ്പോൾ വേദന തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഹദീസിൽ പച്ചയായി നിങ്ങൾ ഈ ജീവിക്കുന്ന ലോകം അടിച്ചു പൊളിക്കേണ്ട ലോകമല്ല. വളരെ പേടിച്ച് നാവിൽ അസ്തഗ്ഫിറുല്ലാഹിയും സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലയും സ്വലാത്തും ഇടതടവില്ലാതെ നാവുകളിൽ ദിക്റങ്ങാനും ഒഴിഞ്ഞു പോയാൽ പിശാച് ദേഹത്ത് കയറി ദുഷിച്ച ചിന്തകൾ കൽബിലേക്ക്, ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഈ ലോകത്ത് നമ്മൾ അടിച്ചു പൊളിച്ച് നശിപ്പിക്കല്ലേ. നമുക്ക് അടിച്ചു പൊളിക്കണം നാളെ സ്വർഗത്തിൽ ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടിയാവണം നമ്മുടെ പരിശ്രമം. നമുക്കൊരു അടിച്ചു പൊളിച്ച് ജീവിതം വേണം നാളെ സ്വർഗലോകത്ത്. നമുക്ക് വിശ്രമം വേണം നാളെ ഖബറിൽ. അതുവരെ വിശ്രമമില്ലാത്ത അധ്വാനം. നമ്മുടെ മുൻഗാമികൾ ചെയ്ത അമലുകൾ കണ്ടാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലെന്നറിയണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് പ്രവർത്തിക്കാൻ പറഞ്ഞത്. ലോകാവസാനം കണ്ടാൽ തന്നെയും നിങ്ങൾ ഒരു ചെടി നടാൻ കഴിയുമെങ്കിൽ അത് നട്ടുപോകണം. നശിക്കുകയല്ലേ, നാശമല്ലേ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കണം എന്ന് പഠിപ്പിച്ചു നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. गुनाहों की हर सू खटा छा रही है, हया को भी खुद से हया आ रही है. न इज्जत सलामत न इस्मत है बाकी, निशानी क़ियामत नहीं है तो क्या है. फसादों को हर पल है सदा आमद, तू सोचो ये उम्मत कहाँ जा रही है. अगर ख्वाब गफलत से जागे न मुस्लिम. ഉറുദു ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഉറുദു അറിയാമെന്ന് വിചാരിക്കുന്നു. കുറെ ആളുകൾ ഗൾഫ് എക്സ്പാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അർത്ഥം പറയുന്നത് അത്ര വളരെ കഠിനമായ വാക്കുകളല്ല. ഇഖ്ബാലിന്റെയോ ഗാലിബിന്റെയോ ഖലീൽ പ്രതാപ് ഗഡിയുടെയോ ഒന്നും വാക്കല്ല. അതൊക്കെ വളരെ സരളമാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അഗർ ഖ്വാബ ഗഫലത് സേ ജാഗേ ന മുസ്ലിം, अगर ख्वाब गफलत से जागे न मुस्लिम, तो समझो क़ियामत करीब आ रही है.
അല്ലാഹുവിന്റെ പ്രഖ്യാപനം നടക്കുകയാണ്. യൗമ നത്വിസ്സമാ യൗമ നത്വിസ്സമാ കത്വയി സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. ആകാശഗോളങ്ങളെ ഒരു പേപ്പർ ചുരുട്ടുന്ന പോലെ നാം ചുരുട്ടിക്കളയുന്ന ദിവസമുണ്ട്. യൗമ നത്വിസ്സമാഅ കത്വയി സിജില്ലി ലിൽ കുതുബ്. പുസ്തകങ്ങളുടെ ഏടുകൾ നിങ്ങൾ ചുരുട്ടിപ്പിടിക്കുന്ന പോലെ ആകാശലോകത്തെ നാം നമ്മുടെ ശിദ്ദത്തിന്റെ കുതിറത്തിന്റെ കരങ്ങളാൽ ഒരു പായ ചുരുട്ടുന്ന പോലെ പ്രപഞ്ച ലോകത്തെ അല്ലാഹു റോള് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. എന്ന് പറഞ്ഞാൽ തുടങ്ങിയിടത്തേക്ക് ഈ ലോകത്തെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോകും. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ ഞാൻ തുടങ്ങി വെച്ചത്, ഒരു സാധനത്തിൽ നിന്ന് പലതായി പൊട്ടിത്തെറിച്ച് ബിഗ് ബാങ്ങിലൂടെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ഗോളങ്ങളായി വികസിച്ചു വന്ന ഈ സംഭവത്തെ അല്ലാഹുവിനെ ഒന്നായി ചുരുക്കിക്കൊണ്ടുവരും. തുടങ്ങിയിടത്തേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോകും. വഅദൻ അലൈനാ. ഇത് ഞാൻ തീരുമാനിച്ച എൻ്റെ ഒരു തീരുമാനമാണ്. ഇന്നാ കുന്നാ ഫാഇലീൻ. മനുഷ്യൻ നിസ്സാരനാണെന്നും ഒരു യുക്തിവാദിയും ഒരു പടച്ചവനില്ല എന്ന് പറഞ്ഞു നടക്കല്ലേ. അത് പറയാൻ നിന്റെ നാവിന് കഴിവ് തന്നത് പോലും പടച്ചവനല്ലേ. നീയാണോ നിന്റെ നാവിനെ നിയന്ത്രിക്കുന്നത്? നീയാണോ നിന്റെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നത്? നീയാണോ നിന്റെ ഇന്റേണൽ ഓർഗാൻസിനെ, നിന്റെ ശരീരത്തിന്റെ ആന്തര അവയവങ്ങളെ നിയന്ത്രിക്കുന്നത് നീയാണോ? പിന്നെ എങ്ങനെ നിനക്ക് പറയാൻ കഴിയും? അത് അല്ലാഹു എന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ പറയണം, ഒരു മഹാശക്തിയുണ്ട്, ഒരു മഹശക്തിയുണ്ട്, സർവേശ്വരനുണ്ട്. ആ സർവേശ്വരൻ അല്ലാഹുവാണെന്ന് പഠിപ്പിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹിയും ലോകത്തെ പ്രവാചകന്മാർ 1,24,000 ആളുകൾ ലോകത്തേക്ക് വന്നത്. അതുകൊണ്ട് ഇതെല്ലാം യുക്തിവാദികളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ട വിവരണങ്ങളാണ്. യുക്തിവാദികൾക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഒരു ഹദീദ് പുലർന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും, അങ്ങനെ ഒരു ഗ്രീക്കുകാരൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതും നടന്നല്ലോ. നബി തങ്ങളുടെ ഹദീസിൽ ഇങ്ങനെയുണ്ട്. അപ്പൊ പറയും, ഒരു പ്ലാറ്റോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നോസ്ട്രഡാമസ് അങ്ങനെ പറഞ്ഞു പുലർന്നല്ലോ. ഇതങ്ങനെയല്ല. ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, 100 അല്ല, ആയിരക്കണക്കിന് വചനങ്ങൾ ഒരുപോലെ പുലർന്നു കാണുമ്പോൾ നിനക്കറിയണം, ഇനി പുലരാൻ പോകുന്നത് ഇതുവരെ പുലർന്നതുപോലെ നടക്കാൻ പോകുന്ന സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് എന്തിന് കാത്തിരിക്കണം? അതുകൊണ്ട് ചൊല്ലുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. തൗബ ചെയ്ത് മടങ്ങുക, ഹബീബിലേക്ക് തിരിച്ചു നടക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനാവുക. കാശുണ്ടായാലും ആരോഗ്യമുണ്ടായാലും സമ്പത്തുണ്ടായാലും ഭരണാധികാരമുണ്ടായാലും ഇതെല്ലാം തിരിച്ചെടുക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. അവനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. അവനാണ് ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ തലയിൽ ഒരു സമ്മേളനത്തിനോ ഒരു സമ്മിറ്റിനോ ചെന്നിരിക്കുമ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അവരവരെ പ്രേരിപ്പിക്കുന്നതിൽ അല്ലാഹു ഇടപെടുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവനും ഖോർ കാര്യം കിടക്കുന്നത്. അവിടെയാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തഗ്സുവന്ന ജസീറത്തൽ അറബ് തഗ്സൂന ജസീറത്തൽ അറബ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഇനി പറയുന്നതാണ് അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധം എന്ന് നബി തങ്ങൾ പറഞ്ഞത്. അത് ഖിയാമത്തിനോടടുക്കുമ്പോൾ ഇമാം മഹ്ദി തങ്ങളുടെ കാലശേഷം സംഭവിക്കുന്നത്. തഗ്സൂന ജസീറത്തൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡവുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. എന്താണ് പറയുന്നത്?
യുദ്ധം ചെയ്യേണ്ടത്, ഇസ്ലാമിക സൈന്യത്തിന്റെ ഭാഗവാക്കുകളാകേണ്ടത് അറേബ്യൻ ഉപഭൂഖണ്ഡക്കാരല്ലയോ? പക്ഷെ അല്ലാഹു പറഞ്ഞത് അങ്ങനെയല്ല, നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾ ജസീറത്തുൽ അറബിനോട് യുദ്ധം ചെയ്യും എന്ന് വന്നാൽ ഇസ്ലാമിന്റെ ശരീഅത്തും ഇസ്ലാമിന്റെ നിയമവും പാലിക്കപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ജസീറത്തുൽ അറബ് മാറുകയും ഇസ്ലാമിന്റെ തനതായ രൂപം മറ്റൊരു സമൂഹത്തിൽ അല്ലാഹു നൽകുകയും അവരിലൂടെ വന്ന് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അരാജകത്വത്തിനെതിരെ നിങ്ങൾ പോരാടുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. പുലരാൻ തുടങ്ങിയോ? പുലരാൻ തുടങ്ങിയില്ലേ? തഗ്സൂന ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തോട്, അതായത് ഗൾഫ് രാജ്യങ്ങൾ, അതാണ് ഇതിന്റെ അർത്ഥം. ഈ രാജ്യങ്ങളോടൊരു യുദ്ധം നടക്കും, നിങ്ങൾ യുദ്ധം ചെയ്യും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അല്ലാഹു നിങ്ങൾക്കതിൽ വിജയം തരും. കാരണം ഈ യുദ്ധത്തിന്റെ നേതാവ് വരുന്നത് ഖുറാസാനിൽ നിന്നാണ്, റഷ്യയുടെ ഭാഗത്ത് നിന്നാണ്. റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു രാജ്യം കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് സന്ദർശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. ഇസ്ലാമിക സംസ്കാരത്തിന്റെ വലിയ വലിയ അടയാളങ്ങളുള്ള ഉസ്ബെക്കിസ്ഥാൻ, അവിടെയാണ് ഇമാമുന ബുഖാരി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്, സമർഖന്ദിൽ. ഇമാമുന ബുഖാരി തങ്ങൾ ജനിച്ച സ്ഥലമുണ്ട്, ബുഖാറ, സമർഖന്ദിലാണ്. ബുഖാറ സമർഖന്ദിൽ നിന്ന് ഒരു 500 കിലോമീറ്റർ അപ്പുറം ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ. അവിടെയാണ് ഹദീസ് പണ്ഡിതൻ ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു, അവിടെയാണ് തസവ്വുഫിന്റെ വലിയ ആലിമായിരുന്ന ഹകീം തുർമുദി, അവിടെയാണ് നഖ്ശബന്ദി തുരീഖത്തിന്റെ ശൈഖ് മഹാനായ ബഹാഉദ്ദീൻ മുഹമ്മദ് ബഹാഉദ്ദീൻ നഖ്ശബന്ദി ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിൽ. അവിടെ ഒരുപാട് സയ്യിദന്മാരുണ്ട്, ഒരുപാട് മഹത്തുക്കൾ. നമ്മൾ അത്ഭുതപ്പെട്ടു. റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഭാഗമായിരുന്ന കമ്മ്യൂണിസം അതിന്റെ താണ്ഡവമാടിയ കാലത്ത് റഷ്യയിൽ ഇസ്ലാമിക അടയാളങ്ങൾ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ പള്ളികൾ മുഴുവനും തച്ചുടച്ച കാലത്ത്, കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തിനിടയിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ റഷ്യയിൽ അറുകൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്, മെല്ലെ മെല്ലെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുമ്പോൾ ഓതിയ ഒറിജിനൽ മുസ്ഹഫ്. ഉസ്മാൻ തങ്ങളുടെ ചോരപ്പാടുള്ള അത് യുണൈറ്റഡ് നേഷൻസിന്റെ UNOയുടെ ആളുകൾ വന്ന് കാർബൺ ഡേറ്റിംഗ് അടക്കമുള്ള പരിശോധന നടത്തി 1400 കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥമാണ് എന്ന് സർട്ടിഫിക്കേഷൻ ചെയ്ത 300ഓളം, ഓർമ്മ ശരിയാണെങ്കിൽ 300ഓളം മാൻ തോലുകളിൽ മനോഹരമായി വെച്ച ഒരു കട്ടിയുള്ളൊരു മുസ്ഹഫ്. ആ ചോരപ്പാട് ഇന്നും അവിടെ കാണാൻ കഴിയും. അത് ടാഷ്കെൻഡിലാണുള്ളത്, ഇമാം മ്യൂസിയത്തിലാണുള്ളത്, ഇമാം ഖഫാൽ റഹ്മഹുള്ളയുടെ മ്യൂസിയത്തിലാണതുള്ളത്. ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ രാജ്യങ്ങൾ, ഖുറാസാൻ എന്ന് പണ്ട് പറഞ്ഞിരുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ. അവിടെ നിന്നു തന്നെയാണ് ഇമാം മഹ്ദിയും വരാൻ പോകുന്നത്. ഇദാ റഅയ്തുമുർ റായാത്തിസ്സൂദ് മിൻ ഖിബലി ഖുറാസാൻ ഫഖ്തുഹാ فإن فيهم الإمام المهدي. ഖുറാസാൻ, അതായത് ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാൻ, ഈ പ്രദേശങ്ങളുള്ള ജോർജിയ അടക്കമുള്ള പ്രദേശങ്ങളുടെ ആ ഏരിയക്കാണ് ഖുറാസാൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് കറുത്ത കൊടി പിടിച്ച് ഒരു സംഘം സത്യവിശ്വാസികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കണമേ, അവരിൽ ഇമാം മഹ്ദി ഉണ്ടായിരിക്കും. ആ ഇമാം മഹ്ദി എന്റെ കുടുംബക്കാരൻ, എന്റെ മക്കളിൽ ഫാത്തിമയുടെ മക്കളിൽ വരുന്ന അൽ മഹ്ദിയു മിൻ അച്റതി മിൻ ഔലാദി ഫാത്തിമ. മഹാനവറുകളെ സംബന്ധിച്ച് വിശദമായ വിവരണം നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടുത്തെ പ്രഭാഷണത്തിൽ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ പുനരുദ്ധാരണത്തിന് അന്ത്യനാളിൽ കൊണ്ടുവരുന്നത് ഒരു സയ്യിദിനെയാണ്, ഒരു തങ്ങളെയാണ്. ആ തങ്ങൾ വരുന്നത് ഗൾഫ് രാജ്യത്ത് നിന്നല്ല, ആ തങ്ങൾ വരുന്നത് റഷ്യയുടെ ഭാഗങ്ങളിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കാൻ ഒരു രാജ്യത്തിനും കുത്തക കൊടുത്തിട്ടില്ലെന്നറിയണം.
അതാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. തഗ്സൂന ജസീറത്തുൽ അറബ്, ഒരുപക്ഷേ അരാജകത്വവും ഇസ്ലാമികമായ സംസ്കാരമില്ലായ്മയും ഗൾഫ് രാജ്യങ്ങളിലൂടെ കടന്നു വരുന്നൊരു കാലത്തായിരിക്കണം ഇമാം മഹദിയുടെ വരവുണ്ടാകുന്നത്. നിങ്ങൾ ജസീറത്തുൽ അറബിനോട് യുദ്ധം ചെയ്യും എന്നാണ് നബി തങ്ങൾ പറയുന്നത്. ഫയഫ്തഹുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്കതിൽ വിജയം തരും. അല്ലാഹു നിങ്ങൾക്കതിൽ വിജയം തരും. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ثم تغزون ഫാരിസ്, എന്നിട്ട് ഇറാനുമായൊരു യുദ്ധം നടക്കും. തഗ്സൂന ഫാരിസ്, ഇറാൻ എന്നും ഹോട്ട്ഷെയറിൽ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും ഭീതിതമായ ഒരു ചുറ്റുപാടുള്ളത് ഇറാന്റെ സാന്നിധ്യമാണെന്ന് വാർത്താ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു. അവരാണ് സമാധാനത്തിന്റെ ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നത്. അവരാണ് ടെററിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശത്രുപക്ഷത്തിന് കൂടെ നിന്ന് സഹായിക്കുന്നത്. എന്തുകൊണ്ടോ ആവാം, കാരണം എന്തെന്ന് വ്യക്തമല്ല. നബി തങ്ങൾ പറഞ്ഞു ഇറാനുമായി ഒരു യുദ്ധം നടക്കാനുണ്ട്. തഗ്സൂന ഫാരിസ്, പേർഷ്യയുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. നമ്മൾ അറിയണം, ഇമാം മഹദി തങ്ങളുടെ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മഹദി ഇമാം മക്കയിൽ വന്നു എന്ന് പറയുമ്പോൾ ഒരു സംഘം ആളുകൾ ആ മഹാനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും. ആ സംഘത്തെ അള്ളാഹു മരുഭൂമിയിൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ് ഉണ്ടാവുക. ആഴ്ത്തിക്കളഞ്ഞ് അള്ളാഹു നശിപ്പിക്കും. വീണ്ടും ഒരു സംഘം വരുന്നുണ്ട്. കാരണം അത് ഇറാനിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. അവര് വിചാരിക്കുന്നത് സാമറായിൽ നിന്ന് വരുന്ന മഹദിയെയാണ് ഇറാനുകാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സാമറായിൽ നിന്നല്ല മഹദി വരുന്നത്, ഖുറാസാനിൽ നിന്നാണെന്നാണ് അഷ്റഫുൽ ഖൽഖിന്റെ വിവരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇറാനികൾ പ്രതീക്ഷിക്കുന്ന മഹദി അല്ല ഈ വന്നത് എന്ന് പറഞ്ഞ് ഇറാനിന്റെ ഒരു സൈന്യം അറേബ്യയിലേക്ക് മക്കായിലേക്ക് ഇമാം മഹദിയെ ലക്ഷ്യമാക്കി നീങ്ങുമത്രേ. ആ സംഘത്തെയും അള്ളാഹു നശിപ്പിക്കും. നബി തങ്ങൾ പറയുന്നു ثم تغزون الروم فيفتحها الله, നിങ്ങൾ യൂറോപ്പുമായി യുദ്ധം ചെയ്യും എന്ന് നബി തങ്ങൾ റോമക്കാരുമായി, റോമക്കാരെന്ന് പറയുന്നത് യൂറോപ്യൻസ് ആണ്, അവരുമായി ഒരു യുദ്ധം നടക്കും. ഫയഫ്തഹുഹാ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്കതിൽ വിജയം തരും. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടുപഠിച്ച ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ, لا تقوم الساعة حتى ينزل الروم بالأعماق أو بدابق. سبحان الله. എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഹദീസ് പഠിച്ചു നോക്കുമ്പോൾ അടുത്തെത്തി എന്ന് തോന്നുകയാണ്. അല്ലാഹു അലം, നമുക്കറിയില്ല അല്ലാഹു എപ്പോഴാണ് അയ്യാന മുർസാഹ, അവൻ എപ്പോഴാണ് ഈ ലോകത്തിന്റെ അന്ത്യം കണക്കാക്കിയത് അല്ലാഹുവേ അറിയുള്ളൂ. പക്ഷെ ഈ ഹദീസ് കേട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് മഗ്രിബ് മുതൽ ഇശ വരെ ഉള്ള നേരം വല്ലാത്ത ഒരു തലകറക്കത്തിലുള്ള പോലെയായിരുന്നു. ഈ ഹദീസാണ് അത്രയും നേരം എന്നെ ചിന്തിപ്പിച്ചത്. ഇശ കഴിഞ്ഞിട്ടും അങ്ങനെ പറയണം, ഇപ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഷോക്ക്. നബി തങ്ങൾ പറഞ്ഞ ഈ വാക്ക് നോക്കണം. എന്താണ് അതിനർത്ഥം? لا تقوم الساعة، صحيح مسلم الحديث، صحيح مسلم، لا تقوم الساعة حتى ينزل الروم بالأعماق أو بدابق. യൂറോപ്യൻ സൈന്യം അഅ്മാഖിലും ദാബഖിലും ഇറങ്ങുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. എന്താണ് അഅ്മാഖ്? എവിടെയാണ് അഅ്മാഖ്? എവിടെയാണ് ദാബഖ്? അതിന് നമുക്ക് അറബ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം. ആ വാക്കുകളുടെ അർത്ഥം പറയുന്ന പുരാതനവും ആധുനികവുമായ ഡിക്ഷണറികൾ പരിശോധിക്കണം. അപ്പോഴാണ് അതിന്റെ അർത്ഥം പറയാ. ഹദീസ് പണ്ഡിതന്മാർ എന്ത് വിവരണം കൊടുത്തു എന്നും അറിയണം. എന്താണ് ദാബഖ്, എന്താണ് അഅ്മാഖ് അറിയണം. ഇത് മൗദിആനി ബിൽ ഖുർബ് മിൻ ഹലബ് ഫീ ദൗലത്തി സൂരിയ.
സിറിയയിലെ അലപ്പോ നഗരത്തിനടുത്തുള്ള രണ്ട് പ്രദേശത്തിന്റെ പേരാണ് ദാബഖ്, അഅ്മാഖ് എന്ന് പറയുന്നത്. അവിടെ അമേരിക്കൻ യൂറോപ്യൻ സഖ്യ സൈന്യം ബേസ് അവരുടെ ആസ്ഥാനമായി ഉപയോഗിക്കുന്ന കാലം വരെ ഖിയാമത്ത് നാള് നടക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ അതിന്റെ ആ വാക്കർത്ഥം കൂടെ പറയട്ടെ. മുൻഗാമികളായ പണ്ഡിതന്മാർ അഅ്മാഖ് ദാബഖിനെ വ്യാഖ്യാനിച്ചപ്പോൾ അവർ പറഞ്ഞു, അഅ്മാഖ് ദാബഖ് എന്ന് പറയുന്നത് മൗതിനുൻ ബൈന ഹലബ് ഫീ സൂരിയ വ അൻതാകിയ ഫീ തുർക്കിയ. തുർക്കിയിലെ ആന്റിയോക്കിന്റെയും സിറിയയിലെ അലപ്പോ നഗരത്തിന്റെയും ഇടയിലുള്ള പ്രദേശത്തിന് രണ്ട് പ്രദേശങ്ങളാണ് അഅ്മാഖ് ദാബഖ് എന്ന് പറയുന്നത്. അതായത് സിറിയയുടെ നോർത്തേൺ ഭാഗം ഇന്ന് ഈ മഗ്രിബിന് ശേഷം തന്നെ വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വിവരം, തുർക്കി ഈ അടുത്ത സമയം തുർക്കി പത്രങ്ങളിലൂടെ സിറിയയിൽ എവിടെയൊക്കെയാണ് ഐസിസിനെതിരെ പോരാടാൻ വേണ്ടി, തീവ്രവാദ സംഘടനകൾക്കെതിരെ പോരാടാൻ വേണ്ടി അമേരിക്കൻ യൂറോപ്യൻ സൈന്യം വിശേഷിച്ച് അമേരിക്കൻ സൈന്യം എവിടെയാണ് ക്യാമ്പ് ചെയ്തിട്ടുള്ളത് എന്ന് അവരുടെ ക്യാമ്പിങ്ങിന്റെ 5 സ്ഥലങ്ങൾ രഹസ്യമായിരുന്ന ഇടം തുർക്കി പുറത്തുവിട്ടു. ആ സ്ഥലം എവിടെയെന്നറിയോ? നോർത്തേൺ സിറിയയിലെ അലപ്പോയുടെ ഭാഗത്ത്. നോർത്തേൺ സിറിയയുടെ അലപ്പോയുടെ ഭാഗത്ത്. ഈ അലപ്പോ എന്ന് പറഞ്ഞതാണ് ഹലബ്. ഇമാം ഹലബിയുണ്ട്, പ്രഗത്ഭനായ ആലിം, വലിയ വലിയ ആലിമീങ്ങൾ ജനിച്ച് ജീവിച്ച നാടാണത് ഹലബ്. അറബിയിൽ ഹലബ് എന്ന് പറയും, ഇംഗ്ലീഷിലാണ് അലപ്പോ എന്ന് പറയുന്നത്. ഇന്ന് മണിക്കൂറുകളായില്ലല്ലോ ഈ വിഷയം. അതിന്റെ മോസ്റ്റ് അപ് ടു ഡേറ്റ് എന്താണ് വിവരം, എവിടെയാണ് ഇന്ന് അമേരിക്കൻ ബേസ് ഉള്ളത് എന്ന് നോക്കിയപ്പോ ഇന്ന് എനിക്ക് കിട്ടിയ വിവരം നോർത്തേൺ സിറിയയുടെ അലപ്പോയുടെ പരിസരത്ത്. ഈ അലപ്പോ എന്ന് പറയുന്നത് തുർക്കിയുടെ ആ ദിശയിലേക്ക് വരുന്ന, നോർത്തിലേക്ക് വരുന്ന ഭാഗമാണ്. നിബിതങ്ങൾ പറഞ്ഞ അഅ്മാഖിലും ദാബഖിലും റോമൻ സൈന്യം ഇറങ്ങുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞത് ഹലബിന്റെയും തുർക്കിയുടെയും ഇടയിലുള്ള അലപ്പോയുടെയും തുർക്കി ബോർഡറിന്റെയും ഇടയിൽ വരുന്ന പ്രദേശത്ത് റോമൻ അമേരിക്കൻ സൈന്യം ക്യാമ്പ് ചെയ്യുമെന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് വഹയിന്റെ വെളിച്ചത്തിൽ നോക്കിക്കാണിയ പ്രവാചകരെ, നോക്കിക്കണ്ട നബിയെ മുഹമ്മദ് റസൂലുള്ളാഹ് വസദഖല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും പറഞ്ഞത് എത്ര സത്യമാണ്, അല്ലാഹും റസൂലും പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്ന് സിറിയയിൽ അമേരിക്കൻ ബേസ് കിടക്കുന്നത് അഅ്മാഖിലും ദാബഖിലുമാണ്. അത് അലപ്പോയുടെ പരിസരമാണ്, അത് നോർത്തേൺ സിറിയയാണ്. അവിടെ തന്നെയാണ് ഹലബിന്റെയും അൻതാകിയക്കും ഇടയിലുള്ള സ്ഥലമെന്ന് ഹദീസിൽ പറഞ്ഞ വാക്കുകൾക്ക് വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത അർത്ഥമാണത്. ആ പ്രദേശം കൃത്യമായും അവിടെ തന്നെയാണ് അവിടെ സൈന്യം ഇന്ന് തമ്പടിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് ജെറ്റ് ഫ്ലൈറ്റുകൾ ഉയരുന്നത്, വാർ പ്ലെയിനുകൾ ഉയരുന്നത്. അവിടെ നിന്നാണ് പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങളിൽ ബോംബ് വർഷം നടക്കുന്നത്. ഐസിസിന്റെ ഇന്ന സ്ഥലങ്ങൾ തച്ചുടച്ചെന്നും കൊന്നെന്നും പറയുന്ന വാർത്തകൾ വരുന്നത് അമേരിക്കൻ ബേസ് ഇന്ന് സിറിയയിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ ഇമാം മുസ്ലിം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം 3-ാം നൂറ്റാണ്ടിലാണ് വന്നതെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് രേഖപ്പെടുത്തി വെച്ച ഹദീസ്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ നടക്കുന്നതിന്റെ മുമ്പ്, ഹത്താ യൻസിലർ റൂമു ബിൽ അഅ്മാഖ്, അഅ്മാഖിൽ സൈന്യം ഇറങ്ങും. ഏത് സൈന്യം? അർറൂം, ബനുൽ അസ്ഫറിന്റെ സൈന്യം.
അതുകൊണ്ടാണ് മുഅ്മിനെ പറയുന്നത്, നമ്മുടെ ഈമാൻ വർദ്ധിച്ചില്ലെങ്കിൽ ഇനി എന്താണ് വർദ്ധിക്കുക? എന്റെ റസൂല് പറഞ്ഞ ഓരോന്നും സത്യമായി പുലരുകയാണെന്ന് തിരിച്ചറിയാൻ ഇനിയും എത്ര നമുക്ക് കാത്തിരിക്കണം. ആ ഈമാൻ നമുക്ക് കിട്ടുമ്പോഴാണ് സ്വഹാബത്തിന്റെ കാലത്തെ 50 ആളുകളുടെ വെളിച്ചം, 50 ആളുകളുടെ പ്രതിഫലം നമുക്കുണ്ടാകുമെന്ന്, ഈ ഉമ്മത്തിനുണ്ടാകുമെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞത്. അല്ലാഹു അത്തരം ഈമാനിന്റെ പ്രഭയിൽ ജീവിക്കുന്നവരായി അല്ലാഹു നമുക്ക് ഈമാനിന്റെ പ്രഭയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഅമാഖിൽ വരുന്ന സൈന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ലാ തഖൂമുസ്സാഅ ഹത്താ യൻസില الروم بالأعماق أو بدابق. 2 വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ 3 വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ ഈ ഹദീസ് പുലർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. 1-2 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തേക്ക് ഈ സമയത്തേക്ക് എത്തുമ്പോൾ സിറിയയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ സ്ഥലത്ത് റോമക്കാർ അഅമാഖിലും ദാബഖിലും, അതായത് സിറിയയിലെ അലപ്പോ നഗരത്തിന്റെ പരിസരത്തിൽ ആർമി ക്യാമ്പുകൾ സ്ഥാപിക്കുന്നത് വരെ ലോകാവസാനം നടക്കുകയില്ല എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലാണ് കിടക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഫയഖ്റുജു ഇലൈഹിം ജയ്ഷും മിനൽ മദീന. നബി തങ്ങൾ പറയുന്നു, ഇതാണ് അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു യുദ്ധത്തിൽ കലാശിക്കുന്നത്. മദീനയിൽ നിന്ന് ഒരു സൈന്യം അവരിലേക്ക് പുറപ്പെടും. മദീനയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഹും മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമഇദിൻ. ആ സമയത്തിലെ, ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ആളുകൾ അന്ന് മദീനയിലുണ്ട്. അവരിൽ നിന്നൊരു സൈന്യം ദാബഖിലും അഅമാഖിലും നിലകൊള്ളുന്ന സൈന്യത്തിനെതിരെ പുറപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഫഇദാ തസാഫു അൽ മൽഹമത്തുൽ കുബ്ര നടക്കുകയാണ്. ഇനി ഈ ഉമ്മത്ത് കാണാൻ പോകുന്നതാണിത്. അവരെങ്ങാനും അവിടെ പരസ്പരം സ്വഫുകെട്ടി നിൽക്കുമ്പോൾ, ഫഇദാ തസാഫു സൈന്യം ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ, ഇതിൽ വേറൊരു കാര്യം പറയാനുണ്ട്. അന്ത്യനാളിൽ നടക്കുന്ന ഈ മൽഹമത്തുൽ കുബ്രയിൽ വാർ പ്ലെയിനുകൾ ഉപയോഗിക്കുമെന്നല്ല ഹദീസിലുള്ളത്. കമ്പ്യൂട്ടറുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന, മനുഷ്യന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത മിസൈലുകളോ ബോംബുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഹദീസിലുള്ളത്. യുദ്ധം നടക്കുന്നത് പച്ചയിൽ വാളും പരിചയമുള്ള പഴയകാലത്തെ യുദ്ധമായിരിക്കും എന്ന് ഹദീസിന്റെ വാക്കുകളിൽ എല്ലാം അങ്ങനെയാണ് വന്നത്. അതിന് ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അല്ലാഹു അലം ബിസ്സവാബ്. അതിന്റെ നിജസ്ഥിതി അല്ലാഹുവിനെ അറിയുകയുള്ളൂ. കാരണം ഒരു ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ ഹദീസിന്റെ പ്രത്യക്ഷമായ വാക്കുകളാണ് ആദ്യം വ്യാഖ്യാനിക്കുക. അത് മറ്റു ഹദീസുമായോ ഖുർആനുമായോ പ്രമാണങ്ങളുമായോ വൈരുദ്ധ്യത വരുന്ന പക്ഷമാണ് അതിന്റെ ആന്തരിക അർത്ഥമെടുത്ത് അതിനെ വ്യാഖ്യാനിക്കുക. അത് ഹദീസ് പണ്ഡിതന്മാരുടെ ജോലിയാണ്, ഉലമാഇന്റെ ജോലിയാണത്. നിങ്ങളതിൽ വിഷമിക്കേണ്ടതില്ല. ഇവിടെ അമ്പും വില്ലുമെടുത്ത് വാളെടുത്ത് യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ അന്ന് ഇന്നത്തെ ടെക്നോളജി കാരണമുണ്ടാകുന്ന വളരെ അത്ഭുതകരമായ യുദ്ധ സാമഗ്രികൾ എന്തുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നില്ല? അങ്ങനെയല്ലേ വരേണ്ടത്? നബി തങ്ങൾ പൈലറ്റ് ഇല്ലാത്ത വിമാനത്തെ കുറിച്ചല്ലേ പറയേണ്ടത്? സാറ്റലൈറ്റ് വഴി നിയന്ത്രിക്കപ്പെടുന്ന ശത്രുവിന്റെ ആക്രമണത്തെ കുറിച്ചല്ലേ പറയേണ്ടത്? എന്നാൽ ഹബീബിന് അത് പറയാൻ കഴിയും. അല്ലാഹു നബി അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അറിയണം, ലോകത്തുള്ള സർവ നിയന്ത്രണങ്ങളും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ആഗോള സെർവർ എങ്ങാനും ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റുകൾക്ക് പറക്കാൻ കഴിയില്ല, റഡാറുകൾ പ്രവർത്തിക്കുകയില്ല. നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, ATM മെഷീൻ അടക്കമുള്ളത്, പണ്ടെന്നോ ഒരു കപ്പൽ റെഡ് സീലോ മറ്റോ ഇവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു കപ്പലിന്റെ ആങ്കർ കൊളത്തി വലിച്ചിട്ടൊരു വലിയ കേബിൾ, കടലിന്റെ അടിയിലൂടെ പോകുന്ന ഒരു വയറ്, വലിയൊരു കേബിൾ പൊട്ടിപ്പോയതിന്റെ പേരിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ നഷ്ടമായിരുന്നു. ദിവസങ്ങളോളം എടുത്തു ചേർത്ത് റിപ്പയർ ചെയ്യാൻ. അത്രയുള്ളൂ നമ്മുടെ സംവിധാനങ്ങൾ. എത്ര വലിയ വിമാനമാവട്ടെ,
പൈലറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന വിമാനത്തെ പോലും നിയന്ത്രിക്കണമെങ്കിൽ ഇന്റർനെറ്റ്, റഡാർ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വേണം. ഇതിലേതെങ്കിലും ഒരു കാരണത്താൽ മനുഷ്യൻ നിയന്ത്രിച്ചു വെക്കുന്ന ആ ഒരു മെയിൻ കമ്പ്യൂട്ടർ മദർ സെർവറിനെങ്ങാനും അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങൾക്ക് ആകാശ ലോകത്തോ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ യുദ്ധക്കപ്പലുകളോ യുദ്ധവിമാനങ്ങളോ നാളെ വർക്ക് ചെയ്യാൻ കഴിയൂല. അതാണ് അത്ഭുതം. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ലോകത്താരും നാശം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മുത്തുനബി തങ്ങൾ പോലും സലാമിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നബിയാണ്. പക്ഷേ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന വിഷയം നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരണം. ഇങ്ങനെയൊക്കെ സംഭവിക്കും നബിയേ, ഇങ്ങനെയാണ് കാര്യങ്ങൾ ആയിത്തീരുക. اللهم أنت السلام ومنك السلام تباركت ربنا يا ذا الجلال والإكرام. സമാധാനമേ, സമാധാനത്തിന്റെ ഉറവിടമേ, സമാധാനത്തിന്റെ ദാതാവേ അല്ലാഹുവേ. ഇങ്ങനെയാണ് ഹബീബ് അല്ലാഹുവിനെ വിളിക്കുന്നത്. എന്നാൽ മനുഷ്യനാൽ മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കൊണ്ട് ഇദാ ലഹറൽ ഫുഹ്ശു, വ്യഭിചാരം നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ സുലഭമായി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് നാശമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മുടെ വീടുകളിൽ, പരിസരങ്ങളിൽ, മഹല്ലുകളിൽ, നമ്മുടെ കൺമുമ്പിൽ വ്യഭിചാരം നടക്കുന്നുണ്ടെന്നറിഞ്ഞിട്ട് അതിനെതിരെ ഒരംശം പോലും, ഒരു വാക്ക് പോലും മിണ്ടാതെ, സ്ത്രീ സമുദായത്തിന്റെ അഭിമാനം ഹനിക്കപ്പെടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കുന്നവരെയാണ് ദയ്യൂസ് എന്ന പദപ്രയോഗം അല്ലാഹുവിന്റെ റസൂൽ നടത്തിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽ അത്രയും വിഷയങ്ങൾ സംഭവിച്ചാൽ പിന്നെ എന്തിന് അല്ലാഹു ഈ ലോകം ബാക്കി വെക്കണം? പിന്നെ എന്തിന് ഈ ലോകം വേണം? പിന്നെ എന്തിന് രാവ് വേണം, പകല് വേണം? നിരന്തരമായ കൃത്യമായ ഒരു ഓർബിറ്റിലൂടെ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു മനുഷ്യർക്ക് വേണ്ടിയല്ലേ പടച്ചത്? മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയല്ലയോ? മുഅ്മിൻ അല്ലാഹു പറഞ്ഞ പോലെ ഇവിടെ ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് വേണം ഈ ലോകം? എന്തിനിതിനെ ബാക്കി വെക്കണം? അതാണ് ലോകത്തിന്റെ നാശമായി വരുന്നത്. അതാണ് അന്ത്യനാളിന്റെ ഭയാനകമായ അടയാളങ്ങളിലായി പരിലസിക്കുന്നത്, പരിണമിക്കുന്നത്. അല്ലാഹുവിന്റെ കാവൽ നമുക്ക് നൽകട്ടെ. സൈന്യം ഒത്തുകൂടുകയാണ് അവിടെ. ദാബഖിൽ, സിറിയയിൽ ക്യാമ്പ് ചെയ്ത സഖ്യസേനകൾക്കെതിരെയായിരിക്കും ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ വരുന്ന, മദീനയിൽ നിന്ന് വരുന്ന സംഘം പോരാടുന്നത്. അവര് സ്വഫായി നിൽക്കുമ്പോൾ ആ നടക്കുന്ന യുദ്ധം ഫേസ് ടു ഫേസ് യുദ്ധമാണ്. അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന യുദ്ധ സൈന്യത്തിന്റെയും അവിടുത്തെ ചുറ്റുപാടുകളെയും സംബന്ധിച്ച് വിവരിക്കുമ്പോൾ 9,60,000 വരുന്ന സൈന്യമാണ് അവരിൽ ഉണ്ടാവുക. 9,60,000 ആളുകൾ. സൈന്യത്തിന്റെ എണ്ണം പറഞ്ഞു നബി തങ്ങൾ. സൈന്യത്തിന്റെ എണ്ണം പറഞ്ഞു എത്രയായിരിക്കും എണ്ണമെന്ന്. ഇത് വലിയൊരു അത്ഭുതമാണ്. നബിതങ്ങളുടെ കൂടെ മദീനയിൽ നിന്നും മക്കയിലേക്ക്, മക്ക വിജയത്തിന് വേണ്ടി നബിതങ്ങൾ കടന്നു വരുന്ന സ്വഹാബത്തിന്റെ എണ്ണം 10,000 ആയിരുന്നു. ആ 10,000 മൂസാ നബിയുടെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിയുടെ കിതാബ് തൗറാത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ന അന്ത്യപ്രവാചകർ ലോകത്തേക്ക് വരുമ്പോൾ ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് he came with 10,000 of saints. 10,000 പരിശുദ്ധാത്മാക്കളോടുകൂടെയാണ് വരുന്നത്. ഞാൻ ഓർക്കുകയാണ് മഹാനായ ശംസുൽ ഉലമ നവറല്ലാഹു മർഖദ ഇകെ അബൂബക്കർ മുസ്ലിയാർ എന്ന പണ്ഡിത ലോകത്തിന്റെ ജ്യോതിസ് ഈ സംഭവം പറയുമായിരുന്നു. മഹാനവറുകൾ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സെയിന്റ് എന്ന പദപ്രയോഗം പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടത് ഓർക്കുന്നു. ആ സമയത്ത് മഹാനവറുകൾ അർത്ഥം വെക്കുന്നത് പരിശുദ്ധാത്മാക്കൾ എന്നാണ്. 10,000 പരിശുദ്ധാത്മാക്കളോടുകൂടെ. അത് ബൈബിളിന്റെ വചനമാണ്, ഓൾ ടെസ്റ്റമെന്റിന്റെ വചനമാണത്. The Lord came on Sinai, shined on Seir. He came forth from Mount Paran. He came with 10,000 of saints.
നിബിതങ്ങൾ വരുന്നത് 10,000 പരിശുദ്ധാത്മാക്കളോടുകൂടെയാണ്. സ്വഹാബികൾ പരിശുദ്ധാത്മാക്കൾ അല്ലെങ്കിൽ ആരാണ് പിന്നെ ലോകത്ത് പരിശുദ്ധാത്മാക്കൾ? മുത്ത റസൂലിനെ കണ്ടവർ, ഹബീബിന്റെ സദസ്സിലിരുന്നവർ, മുഅ്മിനീങ്ങളായ സ്വഹാബികൾക്ക് പരിശുദ്ധാത്മാക്കൾ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ലോകത്ത് പിന്നെ ആർക്കാണത് കഴിയുക? മുത്തുനബിയുടെ കൂടെ വരുന്നത് 10,000 മൂസ നബിയോട് അല്ലാഹു പറഞ്ഞു. നമ്മുടെ റസൂൽ വരുന്നതിന്റെ 3000 കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ചരിത്രം പരിശോധിച്ചു നോക്കുക. മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്ക വിജയത്തിന് വേണ്ടി നബി തങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ എത്ര ആളുകളാണ് ഹബീബിന്റെ സ്വഹാബികളിൽ ഉണ്ടായിരുന്നത്? ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കൃത്യമായിരുന്നു 10,000. 10,000 സ്വഹാബികൾ കൃത്യമായിരുന്നു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോ ജാഅൽ ഹഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം പുലർന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു, അസത്യം ഒരിക്കലും ജയിക്കില്ല എന്ന് ഇസ്ലാമിന്റെ മുദ്രാവാക്യം വിളിച്ച് നബി തങ്ങളുടെ കൂടെ വന്ന സ്വഹാബികൾ 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മൂസ നബിക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്ത ആ എണ്ണം കൃത്യമായിരുന്നു. ഇനി നബിതങ്ങൾ ഒരു കണക്ക് പറഞ്ഞു. നബിതങ്ങളെ കുറിച്ച് മൂസ നബി ഒരു കണക്ക് പറഞ്ഞു. അല്ലാഹു പറഞ്ഞത്, ഇനി നമ്മുടെ നബി 21-ാം നൂറ്റാണ്ടിലോ ഇതിനപ്പുറത്തോ നടക്കുന്ന അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ മഹായുദ്ധത്തിൽ ഈ ഉമ്മത്തിന് എതിരായി വരുന്ന സൈന്യത്തിന്റെ എണ്ണം പറഞ്ഞു 9,60,000 പട്ടാളക്കാർ. അത് ഏത് കാലത്താണ് സംഭവിക്കുന്നതെങ്കിൽ അവർക്കത് കാണാനും ഈ ഹദീസിന്റെ പുലർച്ചയെ അനുഭവിക്കാനും അവർക്ക് അവസരമുണ്ടാകും. 9,60,000 നബിതങ്ങൾ പറഞ്ഞ കൃത്യമായ കണക്ക്. അങ്ങനെ അവർ സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് അണിനിരക്കുമ്പോൾ യൂറോപ്യൻ അമേരിക്കൻ പട്ടാളക്കാർ ഒരു കാര്യം പറയും, മുസ്ലിമീങ്ങളോട് പറയും, ഖല്ലൂ ബൈനനാ വബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിലുഹും. ഞങ്ങളുടെ നാട്ടുകാർ മുസ്ലിമീങ്ങളായി നിങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരെയാണ് കിട്ടേണ്ടത്. ആദ്യം അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ ഇവിടെ യുദ്ധമാണ്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന്റെ ആദ്യത്തെ വാക്കതാണ് അവർ പറയാ. യുദ്ധം ആരംഭിക്കുമ്പോ ആ സമയം അറിയണം, യൂറോപ്യരും അമേരിക്കക്കാരുമായ പട്ടാളക്കാരും പൊതുജനങ്ങളും വലിയ ഒരു സംഘം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാകും. ഇന്ന് യൂറോപ്പിൽ ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിച്ചു വരുന്നതിന്റെ വലിയൊരു അത്ഭുതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം നടപ്പാക്കുകയാണ്. ഇവിടെ തച്ചുകൊല്ലുന്നു, പശുമാംസം തിന്നതിന്റെ പേരിൽ ചുട്ടുകൊല്ലുന്നു, മറ്റെന്തെങ്കിലും പേര് പറഞ്ഞിട്ട് ആട്ടിയോടിക്കുന്നു മ്യാൻമറിലെ മുസ്ലിമീങ്ങളെ. ഇങ്ങനെയെല്ലാം ഈ ഉമ്മത്തിനെ ചവിട്ടി തേച്ച് കാണിക്കുമ്പോഴും അഭിമാനത്തോടുകൂടി മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വരുന്നത്. അങ്ങനെ വലിയൊരു കൺവേർഷൻ ലോകത്ത് നടക്കും എന്ന് തന്നെയാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളിലേക്ക് വഴിമാറി വന്ന, നിങ്ങളിലേക്ക് മതം മാറി വന്ന ആ ആളുകളെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾക്ക് അവരെ തിരിച്ചു വേണം എന്ന് ആദ്യമായി പറയുമ്പോൾ ഇന്നമാഹും ഇഖ്വാനുനാ, അവർ മുസ്ലിമീങ്ങൾ പറയും, ലാ വല്ലാഹ്, ഒരിക്കലും സാധ്യമല്ല, ലാ നുഖല്ലി ബൈനകും വബൈന ഇഖ്വാനിനാ, അവര് ഞങ്ങളുടെ സഹോദരന്മാരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവര് മുസ്ലിമീങ്ങളാണ്. അവര് ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളുടെ സഹോദരന്മാരെ ശത്രുക്കൾക്ക് വിട്ടുതരാൻ കഴിയില്ലെന്ന് മുസ്ലിമീങ്ങൾ അവിടെ വിളിച്ചു പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇനി വരാൻ പോകുന്ന ഒരു 10-20 കൊല്ലത്തിനിടക്ക് ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ മതമായി വരുമെന്ന് അവരുടെ സർവേകളിൽ തന്നെയാണ് പറയുന്നത്. നമ്മളൊക്കെ കാണുന്നുണ്ട് ഇതിന്റെ റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ എന്തെല്ലാം ഭരണക്രമങ്ങൾ മാറി മാറി വരട്ടെ, വരാതിരിക്കട്ടെ,
ഇവിടത്തെ ആളുകൾ ഈ മതത്തെയും വിശ്വാസികളെയും എങ്ങനെയെല്ലാം ചവിട്ടി തേക്കുകയോ ക്രൂരത കാണിച്ച് ക്രൂര നൃത്തമാടുകയോ ചെയ്താലും ഇവിടെ അവസാനിക്കുകയല്ല. അള്ളാഹു ഇതിന് പകരം മറ്റൊരിടത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇതൊരിക്കലും അവസാനിക്കൂല. ഇതിനെ തൊട്ടാൽ അത് പാറും, ഇസ്ലാമിനെ ചവിട്ടിയാൽ അത് പൊങ്ങും. ഇസ്ലാമിൽ ഒരാളെ വധിച്ചതിന്റെ പേരിൽ നമ്മൾ അറിയണം, ഫൈസൽ എന്ന് പറയുന്ന ഷഹീദ് ഫൈസലിനെ, കൊടിഞ്ഞിക്കാരനായ മുസ്ലിമായ സഹോദരനെ അള്ളാഹു അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുത്തിട്ടുണ്ട്. കൂലി കൊടുത്തിരിക്കണം. ആ ഒരു മനുഷ്യൻ മുസ്ലിമായതിൽ വിദ്വേഷം വെച്ചതിന്റെ പേരിലാണ് മനുഷ്യത്വരാഹിത്യ പ്രവർത്തനത്തിന്റെ, മനുഷ്യരാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി സമകാലത്ത്, നമ്മുടെ അടുത്ത കാലത്ത് ആ ഫൈസൽ എന്ന സഹോദരൻ ദാരുണമായി സുബ്ഹി നേരത്തിന്റെ തൊട്ടു മുമ്പ് കൊല ചെയ്യപ്പെട്ടത്. എന്ത് സംഭവിച്ചു? സ്വന്തം പിതാവ് ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ആ പിതാവല്ലേ മദ്രസയിലെ മക്കള് റബീഉൽ അവ്വലിന്റെ പ്രസംഗവും പാട്ടും പറയുമ്പോ ഫൈസലിന്റെ പ്രിയപ്പെട്ട പിതാവാണ് മൈക്കിൽ വന്ന് തന്റെ മകനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത്. ഇത് അല്ലാഹു ചെയ്യുന്ന തിരിച്ചടിയാണ്, ഇത് റബ്ബ് നൽകുന്ന തിരിച്ചടിയാണ്, മുസ്ലിമിന്റേതല്ല. ഇത് റബ്ബിന്റെ ഇടപെടലാണ്. ഒരാളെ നിങ്ങൾ കൊണ്ടുപോയി, പക്ഷേ 8 ആളുകളെയാണ് അല്ലാഹു ഈ ദീനിലേക്ക് കൊണ്ടുവന്നത്. 8 ആളുകൾ. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ഇത് കുട്ടിക്കളിയല്ല, ഇസ്ലാം മനുഷ്യനുണ്ടാക്കിയ കളിയല്ല. മുസ്ലിമീങ്ങൾ മുഴുവനും അങ്ങ് ഇസ്ലാം വേണ്ടെന്ന് വെച്ചാൽ പോലും ഖിയാമത്ത് നാൾ വരെ ഈ ദീനിനെ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മൾ ആരെ കണ്ടുകൊണ്ടുമല്ല അള്ളാഹു ഈ ദീനിനെ ഇറക്കിയത്. നമ്മൾ ആരും ഈ മതമനുസരിച്ച് ജീവിക്കില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും തോന്നിവാസികളായി ജീവിക്കാമെന്ന് തീരുമാനിച്ചെന്നിരിക്കുക. എന്നാലും نزلنا الذكر وإنا له لحافظون. ഈ മതത്തെ ഇറക്കിയത് ഞാനാണ്, ഞാൻ ഇതിനെ സംരക്ഷിക്കും എന്ന അല്ലാഹുവിന്റെ വാക്ക് അവിടെ കിടക്കുകയാണ്. അത് അല്ലാഹു ചെയ്യും. അതുകൊണ്ടാണ് യൂറോപ്പിലും അമേരിക്കക്കാരിലും വലിയ ഒരു വിഭാഗം മുസ്ലിമീങ്ങളോട് അനുഭാവമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. അവർക്കറിയാം ഈ തീവ്രവാദ സംഘടനകളെ പടച്ചുവിട്ടത് മുസ്ലിം തലകളിൽ നിന്നല്ല, സയനിസ്റ്റ് തലകളിൽ നിന്നാണ്. ജൂതന്മാർ പടച്ചുണ്ടാക്കിയതാണ്. ഐസിൽ എന്ന് പ്രമുഖ മാധ്യമങ്ങൾ, കേരളത്തിലെ തന്നെ മലയാള ചാനലുകൾ അടക്കം അവരുടെ പ്രോഗ്രാമുകളിൽ പച്ചയായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഐസിൽ ഉണ്ടാക്കിയത്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളല്ല, ജൂതന്മാരും ഇസ്രയേലിന്റെ പണിയാണതെന്ന് അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭടന്മാരിൽ ചില ആളുകൾ തുറന്നു പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ഇതൊരു മുസ്ലിം പറയുമ്പോൾ അവർ പറയും, കണ്ടില്ലേ മണ്ടത്തരം പറയുന്നു എന്ന്. ഒരു മുസ്ലിം പറഞ്ഞാ പറയും വിവരക്കേട് വിളിച്ചു പറയുന്നു എന്ന്. എന്നാൽ ഒരു മുസ്ലിം അല്ലാത്ത സഹോദരൻ, ജൂത സൈന്യത്തിൽ പണിയെടുത്ത് പരിചയമുള്ള ആൾ, ഇതുപോലെയുള്ള ബഗ്ദാദിക്കും കൂടെയുള്ള ഐസിലിന്റെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ആളുകൾക്കും വർഷങ്ങളോളം തീറ്റിപ്പോറ്റി കാശ് കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റിയിട്ടാണ് മുസ്ലിം രാജ്യങ്ങളിൽ അവരെ അറുകുല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാമിന് ബന്ധമില്ലെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. ഇതിന് ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലെന്ന് ഈ ദീൻ മനസ്സിലാക്കിയവർക്കറിയാം, ഇസ്ലാം പഠിക്കുന്നവർക്കറിയാം. അത് അമേരിക്കൻ യൂറോപ്യൻ നാടുകളിൽ ഇസ്ലാമിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രമുഖ വ്യവസായ സ്ഥാപന കെട്ടിടത്തിനെതിരെ ഒരു ഫ്ലൈറ്റ് വന്ന് തകർത്തിട്ട് ആ കെട്ടിടം തകർന്നിടഞ്ഞതിന്റെ പേരിൽ, അത് ആരുടെ പേരിൽ കെട്ടിവെച്ചാലും ഒരു മുസ്ലിമിന് ഇസ്ലാമിന്റെ പേരിൽ ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് ഇസ്ലാമിനെ പഠിക്കുന്ന യൂറോപ്യന്മാർക്കറിയാം. ആ സംഭവത്തിന് ശേഷം ആളുകൾ ഇസ്ലാം എന്ന് പോയതാണോ? കൂട്ടം കൂട്ടമായി വരികയല്ലേ ചെയ്തത്? എണ്ണം ഇന്നും കൂടുകയാണ്. മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ മുഖം വിവർണമാക്കാൻ, വികൃതമാക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഇമേജ് തകർക്കാൻ വേണ്ടി ഡെൻമാർക്കുകാരൻ ഒരു കാരിക്കേച്ചർ, ഒരു കാർട്ടൂൺ വരച്ചപ്പോഴാണ് ഡെൻമാർക്കുകാരൻ കണ്ണു തുറന്നത്. ലോക മുസ്ലിമീങ്ങൾ ഈ ഒരു മനുഷ്യന്റെ, ഒരു മഹാപുണ്യാത്മാവിന്റെ ഒരു വര വരച്ചതിന്റെ പേരിൽ ഇത്രക്ക് ദേഷ്യപ്പെടാൻ മാത്രം ഇവർ ആരാണ്? അവരെ പഠിച്ചു, ഹബീബിനെ കുറിച്ച്
കുറിച്ച് എന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിസി കൂടിയായ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി ഫൈലി ഉസ്താദ്. മഹാനവറുകൾ ആർജവമുള്ള ഒരു പണ്ഡിതനാണ്. മഹാനവറുകൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡെൻമാർക്കിൽ പോയിരുന്നു ഉസ്താദ്. ഒരു പരിപാടിയിൽ ദുബൈയിൽ വെച്ച് പറഞ്ഞു, ഡെൻമാർക്കിൽ പോയിരുന്നു ഉസ്താദ്. ഈ അടുത്ത ഒരു മാസം ചില്ലറയായിട്ടുള്ളൂ. ഡെൻമാർക്കിൽ ചെന്നിരുന്നു. അവിടുത്തെ ആളുകളോട് ചോദിച്ചു, എന്താണ് ആ കാർട്ടൂൺ, വിവാദ കാർട്ടൂണിന് ശേഷം ഡെൻമാർക്കിലെ സ്ഥിതി എന്താണ്? ആ നാട്ടുകാര് പറഞ്ഞത്, ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകുകയാണ്. ഡെൻമാർക്കിന്റെ നഗരങ്ങളിൽ മുസ്ലിം പള്ളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. വാങ്കുലികൾ കേൾക്കൽ സുലഭമായി കഴിഞ്ഞു. ആളുകൾ ഒഴുകുകയാണ്. എന്തേ സംഭവിച്ചത്? ഒന്ന് ചവിട്ടി കൊല്ലാൻ നോക്കുമ്പോൾ 1000 ജീവനുമായി ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, ഇത് മനുഷ്യൻ പടച്ചതല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഈ ദീനിലേക്ക് യൂറോപ്യൻ നാടുകളിൽ നിന്ന്, അമേരിക്കക്കാരിൽ നിന്ന്, വെസ്റ്റേൺസിൽ നിന്ന് ഒരുപാട് ആളുകൾ പേര് മാറാതെ മുസ്ലിമായവരുണ്ട്, ഇസ്ലാം സ്വീകരിച്ചവർ. ഞാൻ അറിയുന്ന, എന്റെ വ്യക്തിബന്ധമുള്ള യൂറോപ്യൻസ് ഉണ്ട്, ഞാൻ അറിയുന്നവർ. പേര് മാറ്റിയില്ല. അവര് തറാവീഹിന് പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അവര് നോമ്പെടുക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളാണ്. പക്ഷെ അവരവരുടെ ബ്രിട്ടീഷ് പേര്, ആ ഒരു ഇംഗ്ലീഷ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. എന്നാലും അൽഹംദുലില്ലാ, ഇത് അല്ലാഹുവിന്റെ ദീനിന് അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരും എന്ന പ്രഖ്യാപനത്തിന്റെ പുലർച്ചയാണ്. ആ മൽഹമത്തുൽ കുബ്ര എന്ന ഏറ്റവും വലിയ യുദ്ധം നടക്കുമ്പോൾ 9,60,000 വരുന്ന സൈന്യത്തോട് മുസ്ലിം സൈന്യം പടപൊരുതാൻ പോകുമ്പോൾ അവര് ആദ്യമായി അപേക്ഷിക്കുന്ന, ആദ്യമായി ചോദിക്കുന്ന അവകാശം, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും യൂറോപ്യരുമായ ഞങ്ങളുടെ നാട്ടുകാർ നിങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. തരില്ല, ഞങ്ങൾ തരില്ല. അവര് ഞങ്ങളുടെ സഹോദരന്മാരാണ്, അവര് ഞങ്ങളുടെ സഹോദരന്മാരാണ്. ആ മറുപടിക്ക് പിറകെയാണ് ഫയുഖാതിലൂനഹും. അവിടെ അവര് ഘോരമായ യുദ്ധം നടക്കും. അതാണ് അൽ മൽഹമത്തുൽ കുബ്ര. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അൽ മൽഹമത്തുൽ കുബ്ര എന്നാണ് ഇതിനെ ഹദീസ് പണ്ഡിതന്മാർ പേരിട്ട് വിളിക്കുന്നത്. ഫയൻഹസിമു സുലുസുൽ ജൈശി ലാ യതൂബുല്ലാഹു അലൈഹിം അബദാ. സൈന്യത്തിന്റെ 1/3 വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞോടും. അവരുടെ തൗബ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. പിന്തിരിഞ്ഞോടുന്നവരുണ്ട്. കപടവിശ്വാസികളായ ചില ആളുകൾ ഈ മുസ്ലിം സൈന്യത്തിന്റെ കൂടെ കൂടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഇതിനർത്ഥം. അവര് കപടവിശ്വാസികളാണ്, അവര് മുസ്ലിമീങ്ങളല്ല, അവര് പിന്തിരിഞ്ഞോടും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വയുഖ്തലു സുലുസുഹും. മുസ്ലിം സൈന്യത്തിന്റെ 1/3 അവിടെ വധിക്കപ്പെടും. അഫ്ളലുശ് ശുഹദാഇ ഇൻദല്ലാഹ്. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല ശുഹദാക്കൾ, ശ്രേഷ്ഠന്മാരായ രക്തസാക്ഷികൾ അവരായിരിക്കും. വയബ്ഖാ സുലുസുൻ. 1/3 വിഭാഗം ആളുകൾ അവിടെ ബാക്കിയാവും. ഫയഫ്തഹുല്ലാഹു ലഹു. ആ 1/3 സൈന്യമാണ് 9,60,000 വരുന്ന പട്ടാളക്കാരോട് പോരാടി ജയിക്കുക. ലാ യുഫ്തനൂന അബദാ. അവർക്കൊരിക്കലും ഒരു പ്രയാസവും സംഭവിക്കുകയില്ല, ഒരു പരീക്ഷണവും അവർക്ക് ഏൽക്കുകയില്ല, ഒരു ദുരന്തവും അവർക്ക് വരികയില്ല. അവർ ഏറ്റവും നല്ല സജ്ജനങ്ങളാണ് ആ സൈന്യത്തിലെ ആ ശേഷിക്കുന്ന 1/3 എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹാജത് റീഹുൻ ഹംറാഉ ബിൽ കൂഫ. അന്ന് കൂഫയിൽ ഒരു ചെമന്ന കാറ്റടിച്ചു, ഒരു ചുവന്ന കാറ്റ്. കൂഫയിലാണ് ചുവന്ന കാറ്റടിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിൽ ഒരുപാട് താമസിച്ചിട്ടുണ്ട്. ഇറാഖിലാണ് കൂഫ. അന്നൊരാൾ ഓടി വന്ന് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദേ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദേ,
ഖിയാമത്ത് നാൾ വന്നല്ലോ, ഖിയാമത്ത് നാൾ വന്നല്ലോ എന്ന് തലയിൽ കൈവച്ച് ഓടി വന്നു ഒരാൾ. ചെമന്ന കാറ്റടിക്കാൻ തുടങ്ങി. കൂഫയിലൊന്നാകെ ആളുകൾ പേടിച്ചുപോയി. അപ്പോഴാണ് സ്വഹാബികളിലെ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. മഹാനവറുകൾ എഴുന്നേറ്റിരുന്നു. ഒരു പണ്ഡിതന്റെ ധർമ്മം അങ്ങനെയാണ്. ഒരു പണ്ഡിതൻ ഒരു വിഷയം വരുമ്പോൾ അത് പഠിക്കും, അത് മനസ്സിലാക്കിയിട്ട് വിവരം പറയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചാരിയിരിക്കുകയാണ്. നേരെ ഇരുന്നിട്ട് പറഞ്ഞു, ലാ, ഇത് ഖിയാമത്ത് നാളല്ല, ഇത് ഖിയാമത്ത് നാളല്ല. മഹാനവറുകൾ ഷാമിന്റെ ഭാഗത്തേക്ക് കൈചൂണ്ടി, സിറിയയുടെ ഭാഗത്തേക്ക് കൈചൂണ്ടി. അദൂൻ യജ്മഊന ലിഅഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളോട് ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു ശത്രു സൈന്യം അവിടെ സിറിയയിൽ വരാനുണ്ട്. ആ സമയത്ത് മുസ്ലിമീങ്ങൾ അവരെ പറയും, ഇന്ന് ജയിച്ചല്ലാതെ നമ്മൾ വരികയില്ല എന്നവർ പറയും. ഫയസ്തരിതുൽ മുസ്ലിമൂന ശർതതൽ ലിൽ മൗതി ലാ തർജിഉ ഇല്ലാ ഗാലിബ. ഇന്ന് നമ്മൾ ജയിക്കും എന്നവർ ശപഥം ചെയ്യും. പക്ഷേ